സ്റ്റഡി നോട്ട് വായിച്ചു ആരെങ്കിലും? സ്റ്റഡി നോട്ട് വായിച്ചു ആരെങ്കിലും? യെസ്, വായിച്ചു. സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത ക്ലാസ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് എത്ര മണി തീരുമെന്നോ എപ്പോൾ ഞാൻ നിർത്തുമെന്നോ ഞാൻ പറയുന്നില്ല. എപ്പോൾ തീരുമെന്നോ എപ്പോൾ നിർത്തുമെന്നോ ഞാൻ എപ്പോൾ ഒരു ചെറിയ ബ്രേക്ക് തരുമെന്നോ ഞാൻ ആദ്യം പറയുന്നില്ല. കേൾക്കുന്നുണ്ടോ? എപ്പോൾ ഞാൻ നിർത്തുമെന്നോ എപ്പോൾ ഞാൻ ഒരു ചെറിയ ബ്രേക്ക് തരുമെന്നോ ഞാൻ പറയുന്നില്ല. സോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ അടുത്ത ചാപ്റ്റർ പീഡിയാട്രിക്കിനകത്ത് ഹെഡിനകത്ത് വരുന്ന മെനിഞ്ചൈറ്റിസ്. മെനിഞ്ചൈറ്റിസ് കേട്ടിട്ടുണ്ടെങ്കിൽ പേര് കേട്ടിട്ടുണ്ടെങ്കിൽ പേര് ഉണ്ട്. എന്തായാലും സംഭവം മെനിഞ്ചൈറ്റിസ്. എന്താണ് ഇത്? ഇൻഫർമേഷൻ ഓഫ് എന്താ? മെനിഞ്ചസ്. ഇൻഫ്ലമേഷൻ ഓഫ് മെനിഞ്ചസ് ആണ്. ഇൻഫ്ലമേഷൻ ഓഫ് മെനിഞ്ചസ് കറക്റ്റ് ആയിട്ട് എക്സാക്ട് ആയിട്ട് പറഞ്ഞാൽ അതേ ലെയറാണ്. അത് മെയിൻലി ലെയറാണ്. എല്ലാവരും ഇൻഫ്ലമേഷൻ ഓഫ് ദ മെനിഞ്ചസ് ആണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുമ്പോൾ എക്സാക്ട് ആയിട്ട് ലെയറാണ്. ഒരു മിനിറ്റ്, എന്റെ ഫോണൊന്ന് സൈഡിലേക്കോട്ടെ. ഫോൺ സൈഡിലാക്കിയില്ലെങ്കിൽ റെക്കോർഡ് മിസ്സായിരിക്കും. ശരിയല്ലേ? ഞങ്ങൾ പലരും മെസ്സേജ് കയറില്ലേ? ഫോൺ സൈലന്റ് ആക്കിയില്ലെങ്കിൽ സപ്പോർട്ടിങ് അവിടെ മിസ്സായിപ്പോയി, ഫോൺ കംപ്ലീറ്റ് ആയിപ്പോയി. ശരിയല്ലേ? സത്യമല്ലേ? ഈ ഇടയ്ക്കായിട്ട് ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു സംഭവം അതാണ്. ആണല്ലോ, ഈടായിട്ട് റെക്കോർഡിങ് മിസ്സായിപ്പോയി, കളഞ്ഞുപോയി, ഫോൺ മിസ്സായിപ്പോയി. സോ ദ മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞാൽ പീഡിയാട്രിക് നേഴ്സിനകത്ത് ഹെഡിനകത്ത് വരുന്ന അടുത്ത കണ്ടീഷൻ എന്താ? ഇൻഫ്ലമേഷൻ ഓഫ് ദ മെനിഞ്ചസ് അല്ലേ? ദ മെനിഞ്ചസ് പറയുമ്പോൾ എക്സാക്ട് ആയിട്ട് അത് ഏത് ലെയറാ? അരക്കിനോടന്റെ പയാമാറ്റേഴ്സ് ആണോ? അരക്കിനോടും ആൻഡ് പയാമാറ്റേഴ്സ് ആണോ? അരക്കിനോടും ആൻഡ് പയാമാറ്റേഴ്സുമാണോ? ചോദ്യം വരും. മെനിഞ്ചൈറ്റിസ് പറയുമ്പോൾ എക്സാക്ട് ആയിട്ട് ഏത് ലെയറാ? ഏത് രണ്ട് ലെയറാ? മെനിഞ്ചൈറ്റിസ് പറയുമ്പോൾ എക്സാക്ട് ആയിട്ട് രണ്ട് ലെയർ ഉണ്ട്. ഏതൊക്കെയാ? അരക്കിനോടും ആൻഡ് പയാമാറ്റേഴ്സും. അവിടെ ഒരിക്കലും ഡ്യൂറാ മാറ്റർ അഫക്ട് ചെയ്യുന്നില്ല. സെൻട്രൽ അരക്കിനോടാണോ പയയാണോ ഡൂറയാണോ സെൻട്രൽ ഭാഗത്തുള്ള? ഏറ്റവും നടുക്കുന്ന അത് പറയാം. ഏറ്റവും സെൻട്രൽ അത് പറയാം. അരക്കിനോടാണോ പയാമാറ്റർ ആണോ? സെൻട്രലാ. ആരാ? അപ്പൊ എന്ത് ചെയ്യും? അരക്കിനോടും പയ എന്ത് ചെയ്യും? അഫക്ട് ചെയ്യില്ലേ? ഇത് മെനിഞ്ചൈറ്റിസ് എപ്പോഴും അരക്കിനോടും പയാമാറ്റേഴ്സ് മാത്രം അഫക്ട് ചെയ്യും, ഒരിക്കലും ഡ്യൂറാ മാറ്ററിനെ അഫക്ട് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള കണ്ടുപിടിക്കാം. മെനിഞ്ചൈറ്റിസ് വിളിച്ചൂടെ? എനിക്ക് എന്താണ് ഇത് മൂക്ക് വയ്യ, ശബ്ദം മാറിയിരിക്കും. കുഴപ്പമില്ലല്ലോ, ജലദോഷമാണ്, ഫിക്സ് പിടിക്കുകയാണ്. ശബ്ദം മാറിയിരിക്കട്ടോ. ശബ്ദം ഇത് പഴയല്ല, എപ്പോഴും കേട്ടോ. എപ്പോഴും ശബ്ദം മാറും. സമയം പഴയ ശബ്ദം മാറും. കേൾക്കുന്നുണ്ടോ? അപ്പോ അരക്കിനോടും ആൻഡ് പയ മാറ്റർ മാത്രം എന്ത് ചെയ്യും? മെനിഞ്ചൈറ്റിസ് അഫക്ട് ചെയ്യില്ല. ശരിയല്ലേ? എങ്ങനെ അറിയണം എത്ര ടൈപ്സ് ഓഫ് മെനിഞ്ചൈറ്റിസ് ഉണ്ട്? എത്ര ടൈപ്സ് ഓഫ് മെനിഞ്ചൈറ്റിസ് നമുക്ക് പഠിക്കാൻ വേണ്ടി എത്ര ഉണ്ടായിരിക്കും? അക്കോർഡിംഗ് ടു ദ കോസ് അനുസരിച്ച്, കാരണങ്ങൾ അനുസരിച്ച്, കോസ് അനുസരിച്ച് എത്രയുണ്ട്? ഫസ്റ്റ് പറഞ്ഞേ, പയോജനിക് അല്ലെങ്കിൽ സെപ്റ്റിക് അല്ലേ? ഫസ്റ്റ് ഏതാ? പയോജനിക് അല്ലെങ്കിൽ സെപ്റ്റിക് മെനിഞ്ചൈറ്റിസ്.
പയോജനിക് അല്ലെങ്കിൽ സെപ്റ്റിക് മെനിഞ്ചൈറ്റിസ് ചോദിക്കും. എക്സാമിൽ ചോദ്യം വരും. ദ കോഴ്സ് അനുസരിച്ച് എക്സാമിൽ ചോദിക്കും. ദ മെനിഞ്ചൈറ്റിസ് കോഴ്സ് അനുസരിച്ച് രണ്ട് ടൈപ്പ് എന്തൊക്കെയാ? ഫസ്റ്റ് വേർഡ്സ് പയോജനിക് അല്ലെങ്കിൽ സെപ്റ്റിക് മെനിഞ്ചൈറ്റിസ് എന്തായിരിക്കും? പയോ ആൻസെപ്റ്റിക് വാക്ക് അർത്ഥമുണ്ട്. വാക്കിന്റെ കാരണമുണ്ട്. എന്തായിരിക്കും? വൈറസ് ആണോ ബാക്ടീരിയ ആണോ? പയോ മീൻസ് എന്താ? പയോ മീൻസ് എന്താ? ഏതാ മോസ്റ്റ് കോമൺ ഓർഗാനിസം? ബർത്ത് തൊട്ട് ഫസ്റ്റ് 2 മാസം എന്തുണ്ടാവും? വ്യത്യാസം ഉണ്ട്. ഒരു കുട്ടി ജനിക്കുന്ന ഫസ്റ്റ് 2 മാസം തൊട്ട് അത് ബർത്ത് തൊട്ട് 2 മാസം കൊണ്ടായിരിക്കും ബാക്ടീരിയ വൈറസ് ആണോ? വൈറസ് ബാക്ടീരിയ ഓർഗാനിസം ആയിരിക്കും. ബാക്ടീരിയ ആണോ? എങ്കിൽ ബാക്ടീരിയ അല്ലേ? അല്ലേ? അതേ ബാക്ടീരിയ ഈക്കോളെ ആണോ? ഓർഗാനിസം മോസ്റ്റ് കോമൺ ബാക്ടീരിയ ഈക്കോളെ ആണോ? ആദ്യത്തെ 2 മാസം വരെ ഈക്കോളെ എന്ന് പറയുന്ന ഓർഗാനിസം ഉണ്ടായിരിക്കും. ആദ്യത്തെ 2 മാസം എന്ന് പറയുമ്പോൾ ഈക്കോളെ എന്ന് പറയുന്ന ബാക്ടീരിയ ബോഡിക്ക് ഉണ്ടായിരിക്കുമല്ലോ, ഉണ്ടായിരിക്കും. ആ ഈക്കോളെ മൈക്രോബയോളജി ചോദിക്കാം. ഈക്കോളെ എന്ന് പറയുന്നത് ദ ഗ്രാം പോസിറ്റീവ് ആണോ ദ ഗ്രാം നെഗറ്റീവ് ആണോ? മൈക്രോബയോളജി ചോദിക്കാം. ഈക്കോളെ എന്ന് പറയുന്നത് ഗ്രാം പോസിറ്റീവ് ആണോ ഗ്രാം നെഗറ്റീവ് ആണോ? ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ അല്ലേ? ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ അല്ലേ? 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 ആ ആദ്യ 2 ദിവസം കാണാം. ഫസ്റ്റ് ബർത്ത് തൊട്ട് ഫസ്റ്റ് 2 മാസം വരെ കാണപ്പെടുന്ന ബാക്ടീരിയ ഏതാ? ഫസ്റ്റ് ബർത്ത് തൊട്ട് ഫസ്റ്റ് 2 മാസം വരെ കാണപ്പെടുന്ന ബാക്ടീരിയ ഏതാ? ഈക്കോളെ അല്ലേ? ഈക്കോളെ ഫസ്റ്റ് ബർത്ത് തൊട്ട് ഫസ്റ്റ് 2 മാസം വരെ കാണാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ഏതാ? അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞത് കാണാം. 2 മാസം കഴിഞ്ഞാൽ ഇത് കാണാം. ഏതായിരിക്കും? ഈക്കോളെ കഴിഞ്ഞ് കാണാം. ഇത് നൈസ് കാണാം. നൈസ് കാണാം. നൈസീരിയ മെനിഞ്ചൈറ്റിസ് കാണാൻ സാധ്യതയുണ്ടോ? നൈസീരിയ മെനിഞ്ചൈറ്റിസ് ആദ്യത്തെ 2 മാസം വരെ ഇത് നോർമൽ നോർമലി നോർമലി ഫസ്റ്റ് 2 മാസം വരെ ഈക്വൽ നോർമൽ അല്ലേ? ഫസ്റ്റ് 2 മാസം വരെ ഈക്വൽ നോർമൽ അല്ലേ? ശേഷമല്ലേ അവൻ പ്രശ്നക്കാരാവുന്നത്. ഈക്വളെ മാറി എന്തായി മാറും? നൈസീരിയ എന്തായി മാറും? നൈസീരിയ മെനിഞ്ചൈറ്റിസ് മാറില്ലേ? അല്ലേ? വാക്കുണ്ട് എന്താ? ഇത് മെനിഞ്ചോ കോക്കൽ മെനിഞ്ചൈറ്റിസ് ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും മെനിഞ്ചോക്കൽ മെനിഞ്ചൈറ്റിസ് ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും മെനിഞ്ചോകോക്കൽ മെനിഞ്ചൈറ്റിസ് ഉണ്ടല്ലോ? ഉണ്ടോ? ഉണ്ട്. എങ്കിൽ ഈ പറഞ്ഞ മെനിഞ്ചൈറ്റിസ് ഉണ്ടാക്കുന്നത് പോസിറ്റീവ് ഓർഗാനിസം ഈക്കോളി അല്ലാതെ വേറെ ഉണ്ടോ? ഈക്കോളി അല്ലാതെ മെനിഞ്ചൈറ്റിസ് ഉണ്ടോ? കുട്ടികൾ ഈക്കോളി ഈ പറഞ്ഞ അല്ലാതെ വേറെ എന്തെങ്കിലും കോസ് ഉണ്ടോ? കുട്ടികൾ മെനിഞ്ചൈറ്റിസ് ഉണ്ടാക്കുന്നത് ഈക്കോളെ അല്ലാതെ വേറെ എന്തെങ്കിലും കോസ് ഉണ്ടോ? 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 സ്ട്രെപ്റ്റോകോക്കൽ ന്യൂമോണിയ ഉണ്ടോ? സ്ട്രെപ്റ്റോകോക്കൽ ന്യൂമോണിയ ആൻഡ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ. സ്ട്രെപ്റ്റോകോക്കൽ ന്യൂമോണിയ, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ആൻഡ് മൈക്കോബാക്ടീരിയ ട്യൂബർകുലെ നമ്മൾ കമ്മ്യൂണിറ്റി പഠിക്കും. കേട്ടിട്ടുണ്ടെങ്കിലും ഹീമോഫിലസ് ഇൻഫ്ലുവൻസയും സ്ട്രെപ്റ്റോകോക്കൽ ന്യൂമോണിയ അതുപോലെ തന്നെ മൈക്രോബാക്ടീരിയ ട്യൂബർകുലെ ഈ പറഞ്ഞത് ഉണ്ടാക്കാം. മെനിഞ്ചൈറ്റിസ് ഉണ്ടാക്കൂടെ? സ്ട്രെപ്റ്റോകോക്കൽ ന്യൂമോണിയയും അതുപോലെ തന്നെ ഹീമോഫിലസ് ഇൻഫ്ലുവൻസയും അതുപോലെ തന്നെ മൈക്രോബാക്ടീരിയ ട്യൂബർകുലയും ഈ പറഞ്ഞ മെനിഞ്ചൈറ്റിസ് കുട്ടികൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കിട്ടിയോ? എത്ര കിട്ടിയോ? പോസിറ്റീവ് ഓർമ്മ കിട്ടിയോ? പോസിറ്റീവ് ഓർമ്മ കിട്ടിയോ? അതിൽ ഏറ്റവും ആദ്യം ഓർമ്മിക്കേണ്ട കാര്യം ഈക്കോളെ മറക്കരുത്. ഒരു കുട്ടി ജനിക്കുന്നു ഫസ്റ്റ് 2 മാസം എന്ത് ഓർഗാനിസം കൊണ്ട് ഈ പറഞ്ഞ മെനിഞ്ചൈറ്റിസ് ഉണ്ടാ? അതാ ചോദ്യം. ഒരു കുട്ടി ജനിക്കുന്നു ഫസ്റ്റ് 2 മാസം കൊണ്ട് എന്ത് ഓർഗാനിസം കൊണ്ട് ഈ പറഞ്ഞ മെനിഞ്ചൈറ്റിസ് ഉണ്ടാകും? ഈക്കോളെ. ആദ്യത്തെ 2 മാസം വരെ ഈക്കോളെ കൊണ്ട് മാത്രം മെനിഞ്ചൈറ്റിസ് ഉണ്ടാകാം. അത് കഴിഞ്ഞാലോ സാധാരണയായിട്ട് അത് കഴിഞ്ഞാൽ എന്തുണ്ടാകും? ഹീമോഫിലസ്, സ്ട്രെപ്റ്റോകോക്കസ്, മൈക്രോബാക്ടീരിയം ട്യൂബർകുലെ എന്നീ കാരണങ്ങൾ എപ്പോഴും മെനിഞ്ചൈറ്റിസ് വരാം. അല്ലേ? ശരിയല്ലേ? കാരണം അറിയാമോടെ? ഒരു 6 മുതൽ ഒരു 24 മാസം കുട്ടി എവിടെ കളിക്കും? ഇന്ന് മണ്ണിലല്ലേ? 6 മുതൽ 24 മാസം കുട്ടി എപ്പോഴും എവിടെയായിരിക്കും? ഇന്ന് മണ്ണിലല്ലേ?
ആണോ? കളിക്കാറുണ്ടോ? ഒന്നൂടെ 6 മുതൽ 24 മാസം വരെ കുട്ടി എപ്പോഴും ഇരിക്കുന്നത് മണ്ണില്ലേ? മണ്ണിൽ ആണോ? പണ്ടൊക്കെ നിങ്ങളാണെങ്കിൽ ഈ പറഞ്ഞ മാർബിൾ ടൈൽസ് അത് മുകളിൽ ഫ്ലാറ്റിന്റെ 54ാമത്തെ മുകളിൽ അവിടെ ആയിരിക്കും ഉണ്ടോ? 54, 60 മുകളിൽ അവിടെ മണ്ണില്ല. അതുകൊണ്ടോ എപ്പോഴും ഇത് മെയിൻ അവിടുന്ന് 6-20 കുട്ടി എപ്പോഴും മണ്ണിൽ കളിക്കാറില്ല. കളിച്ചോണ്ട് പണ്ട് മണ്ണിൽ കളിക്ക് എപ്പോഴും വരാൻ സാധ്യതയല്ലേ. അതാണ് ഈ ടൈപ്പിലെ ഫസ്റ്റ് കിട്ടിയോ? കാര്യം കിട്ടിയോ? ഫസ്റ്റ് ടൈപ്പ് അത് പഠിച്ചത്. ഫസ്റ്റ് ടൈപ്പാണ് എന്താ പഠിച്ചത്? ബയോജനിക് അല്ലെങ്കിൽ സെപ്റ്റിക് അല്ലേ? ബയോജനിക് സെപ്റ്റിക് കിട്ടിയോ? ഫസ്റ്റ് ടൈപ്പ് ബയോജനിക്കൽ സെപ്റ്റിക്കിന്റെ ദ മെയിൻ കോസ് ബാക്ടീരിയ ആണോ വൈറസ് ആണോ? ബാക്ടീരിയ അല്ലേ? ബാക്ടീരിയ എന്ന് പറയുമ്പോഴാ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഈക്കോളെ കുട്ടി ജനിക്കുന്നു. ഫസ്റ്റ് ബർത്ത് തൊട്ട് ഫസ്റ്റ് 2 മാസം അല്ലേ? ഫസ്റ്റ് ബർത്ത് തൊട്ട് 2 മാസം ബാക്ടീരിയ എഫക്ട് ചെയ്തത്. അത് കഴിഞ്ഞ ആരാ? നൈസീരിയ മെനിഞ്ചേഴ്സ് അല്ലേ? കിട്ടിയല്ലോ. ഫസ്റ്റ് ടൈപ്പ് ക്ലിയർ ആയി. സെക്കൻഡ് ടൈപ്പ് ഏതാ? സെക്കൻഡ് aseptic meningitis. സെക്കൻഡ് ടൈപ്പ് ഏതാ? മെനിഞ്ചേഴ്സിന്റെ സെക്കൻഡ് ടൈപ്പ് ഏതാ? aseptic meningitis. ഫിക്സ് ആണോ? ഫിക്സ് ആണ്. ഇടയ്ക്ക് എന്റെ മൂക്ക് ശ്വാസം കിട്ടുന്നില്ല. ഫിക്സ് ആണ്. സുഖമില്ല. അനാവശ്യമായിട്ട് കഴിഞ്ഞ ദിവസം ബ്ലഡ് കൊടുത്തു കേട്ടോ. അനാവശ്യമായിട്ട് കഴിഞ്ഞ ദിവസം എന്താണ് ഇത് ബ്ലഡ് കൊടുത്തു. ശേഷം പനി, ജലദോഷം, തുമ്മൽ അങ്ങനെ പോകുന്നുട്ടോ. സോ ഏസെപ്റ്റിക് എന്താ? ഏസെപ്റ്റിക് അല്ലെങ്കിൽ വൈറൽ മെനിഞ്ചൈറ്റിസ്. ആ ഒരു പേര് പറയുമ്പോൾ തന്നെ ഏസെപ്റ്റിക് അല്ലെങ്കിൽ വൈറൽ മെനിഞ്ചൈറ്റിസ് എന്തായിരിക്കും? കാരണം എന്തായിരിക്കും? കാരണം ഇങ്ങോട്ടേക്ക് ഇത് കമ്മ്യൂണിറ്റിക്കകത്ത് ഹെർപ്പസ് എന്നോ ഓർ ദ എൻഡറോ വൈറസ് എന്നോ പാരാമിക്സോ വൈറസ് എന്നോ ഓർ ദ മംസ് ഇടുന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി പഠിക്കുമ്പോൾ ഈ പഠിക്കുന്നത് പീഡിയാട്രിക് ആണ്. കമ്മ്യൂണിറ്റി പഠിക്കുമ്പോൾ ഹെർപ്പക്സ് എന്നോ എൻഡറോ വൈറസ് എന്നോ പാരാമിക്സോ വൈറസ് എന്നോ മംസ് കേട്ടുണ്ടോ? ഈ വൈറസ് എപ്പോൾ ഏസെപ്റ്റിക് മെനിഞ്ചൈറ്റിസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ വൈറസ് വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് ഇത് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഏസെപ്റ്റിക് മെനിഞ്ചൈറ്റിസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. കുട്ടികൾക്കാണെങ്കിൽ അധികമായിട്ട് കുട്ടികൾക്ക് ഈ പറഞ്ഞ ഹെർപ്പസും എൻഡറോ വൈറസും പാരാമിക്സോ വൈറസും മംസും വന്നു കഴിഞ്ഞാൽ അതിന്റെ എന്താണ് ഇത് കോസായിട്ട് മാറി പതിയെ കോംപ്ലിക്കേഷൻ ഈ പറഞ്ഞ ഏസെപ്റ്റിക് മെനിഞ്ചൈറ്റിസ് ഉണ്ടാകാം. എന്താണ് ഇത് കോസ് ഓഫ് ദ മംസ്? എന്താ കോസേറ്റീവ് ഓർഗാനിസം മംസ്? എന്താ മിക്സർ വൈറസ് ആണോ പാരാമിക്സ് വൈറസ് ആണോ? മംസിന്റെ കോസേറ്റീവ് ഓർഗാനിസം ഏതാ? മിക്സർ വൈറസ് ആണോ പാരാമിക്സ് വൈറസ് ആണോ? എല്ലാ എക്സാമും ചോദിക്കാറുണ്ട്. കോസേറ്റീവ് ഓർഗാനിസം മംസ്. കോസേറ്റീവ് ഓർഗാനിസം മംസ് എന്താ? മിക്സ് ആണോ പാരയാണോ? എക്സാം ചോദിക്കാറുണ്ട്. ഏതാ? പാരയാണോ മിക്സ് ആണോ? പറയട്ടെ പറഞ്ഞേ. മിക്സ് ഓർ പാരോ? മംസിന്റെ കോസേറ്റീവ് ഓർഗാനിസം മിക്സ് ആണോ പാരാമിക്സ് ആണോ? പറയട്ടെ സമയമില്ല. മംസ് എന്താ? മംസ് മിക്സും അല്ലേ?
കമ്മ്യൂണിറ്റിക്കകത്ത് ഇത് മംസ് പഠിക്കുന്ന എന്താ? മിക്സോ വൈറസ് അല്ലേ? ഇത് മംസ് ആണെങ്കിൽ എന്ത് കോസൽ വൈറസ്? മിക്സോ വൈറസ് അല്ലേ? മിക്സോ വൈറസ് അല്ലേ? മംസ് ആണെങ്കിൽ മിക്സോ അല്ലേ? പാരയാണോ? മംസ് ആണെങ്കിൽ മിക്സ് ആണോ പാരയാണോ? ആ പാരയാണെങ്കിൽ മീസൽസ് അല്ലേ? പാരാ മിക്സ് ആണെങ്കിൽ മീസൽസ് അല്ലേ? പാരാ മിക്സ് ആണെങ്കിൽ ശബ്ദമില്ല, മീസൽസ് അല്ലേ? മംസ് ആണെങ്കിൽ മിക്സോ വൈറസ് അല്ലേ? മംസ് ആണെങ്കിൽ മിക്സോ വൈറസും പാരാ മിക്സോ ആണെങ്കിൽ മീസൽസും അല്ലേ? തെറ്റിക്കരുത്. മീസൽസ് തെറ്റിപ്പോറല്ലേ? ശരിയല്ലേ? മംസ് ആണെങ്കിൽ മിക്സോ വൈറസ് ആണ്. അവിടെ വീണ്ടും ചോദിണ്ട്. ഇത് കടന്നു പോകും. ഞാൻ പീരിയഡിൽ നിന്ന് കമ്മ്യൂണിറ്റി പോകുന്നു. പോസിറ്റീവ് ഓർഗൻസ് എല്ലാം പഠിച്ചു. മംസ് വരികയാണ്. ടെസ്റ്റിസിന്റെ കോംപ്ലിക്കേഷൻ എന്താ? മംസിൽ ടെസ്റ്റിസിന്റെ കോംപ്ലിക്കേഷൻ എന്താ? ടെസ്റ്റിസിൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻ എന്താ? ഓർക്കൈറ്റിസ്. ഓവറിയിൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻ എന്താ? മംസ് ഓവറിയിൽ വരുന്ന കോംപ്ലിക്കേഷൻ എന്താ? ഓഫ്രൈറ്റിസ്. മംസ് പാൻക്രിയാസ് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻ എന്താ? പാൻക്രിയാറ്റിസ്. ഇവിടെ വീണ്ടും വരുന്നു. എസെപ്റ്റിക് മെനിഞ്ചസ് അല്ലെങ്കിൽ വൈറൽ മെനിഞ്ചസ്. ഇതായിരിക്കും ഇവിടെ പ്രധാനം എന്തായിരിക്കും? ഹെർപ്പസോ ഓർ ദ എൻഡോവൈറസോ പാരാമിക്സോ വൈറസോ ഓർ ദ മംസിന്റെ കാരണം കൊണ്ട് ഈ പറഞ്ഞ എസെപ്റ്റിക് മെനിഞ്ചസ് കുട്ടികളുടെ ഒരു കുട്ടി ഈ പറഞ്ഞ ഈ ഹെർപ്പസോ എൻഡോവൈറസോ പാരാമിക്സോ വൈറസോ ഈ പറഞ്ഞ മംസോക്കാർ എപ്പോഴും എസെപ്റ്റിക് മെനിഞ്ചസ് ഉണ്ടാകാം, അല്ലെങ്കിൽ വൈറൽ മെനിഞ്ചസ് ഉണ്ടാകാം. എന്തൊക്കെയായിരിക്കും ഇതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്? എന്തായിരിക്കും ക്ലിനിക്കൽ ഫീച്ചേഴ്സ്? എന്തൊക്കെയായിരിക്കും? മെനിഞ്ചൈറ്റിസ് പറയുമ്പോൾ തന്നെ ആദ്യം മനസ്സിൽ ഓടിയ ഒരു കാര്യമുണ്ട്. ആന്റിയൽ ഫോൺ എന്തായിരിക്കും? ഹെഡേക്ക് ആണോ അതോ ബൾജിങ് ആണോ? ഹെഡേക്ക് ആണോ അതോ ബൾജിങ് ആണോ? ഹെഡേക്ക് ആണോ ബൾജിങ് ആണോ? ബൾജിങ്. എവിടെയാ? ആന്റിയൽ ഫോണിലാണോ? ആന്റിയൽ ഫോണിൽ ബൾജ് ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ടല്ലേ? എപ്പോഴും മെനിഞ്ചൈറ്റിസ് പറയുമ്പോൾ എപ്പോഴും ആന്റിയൽ ഫോണിലെ ബൾജ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വൊമിറ്റിംഗ് ഉണ്ടാകാറുണ്ടോ? വൊമിറ്റിംഗ് 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 ഉണ്ടാവുണ്ടോ? ഉണ്ടാവുണ്ട്. വൊമിറ്റിംഗ് ഉണ്ടാവും. ആൻഡ് സക്ക് റെഫ്യൂസ് ചെയ്യാറില്ലേ? കുട്ടി പറഞ്ഞ പാല് കുടിക്കാൻ വേണ്ടി സക്ക് ചെയ്യാൻ വേണ്ടി റെഫ്യൂസ് ചെയ്യാം. അതുപോലെ എന്താണ് വാക്കൻ സ്റ്റെയർ? വാക്കൻ സ്റ്റെയർ എന്താണ്? വാക്കൻ സ്റ്റെയർ എന്താണ്? വാക്കൻ സ്റ്റെയർ അർത്ഥം അറിയില്ല സാർ, അർത്ഥം അറിയില്ല. വാക്കൻ സ്റ്റെയർ, സ്റ്റെയർ മറ്റതല്ലേ? ആ പടി കയറുക അതാണോ? അതാ വാക്കൻ സ്റ്റെയർ. എന്തായിരിക്കും? അല്ല, കണ്ണുകൾ ഇങ്ങനെ തള്ളി നോക്കിയിരിക്കുക, രണ്ട് കണ്ണുകളും പുറത്തേക്ക് തള്ളി നോക്കിയിരിക്കുക. എന്താ? വാക്കൻസ് സ്റ്റേ വിളിക്കുക, വാക്കൻസ് വിളിക്കുക. അപ്പൊ മറക്കരുത്, നല്ല സിവിയർ ഹെഡേക്ക് ഉണ്ടാവാം. ആന്റിയൽ ഫോണിൽ എന്ത് ചെയ്യാം? അത് ബൾജ് ചെയ്തിരിക്കാം, സക്ക് ചെയ്യാം, റെഫ്യൂസ് ചെയ്യാം. മാത്രമല്ല നല്ല വൊമിറ്റിങ്ങും വാക്കൻസ് സ്റ്റെയറും ഉണ്ടാവും. ഇനി ഫീവർ ഉണ്ടോ? ഇവിടെ ഫീവർ ഉണ്ടോ? ഫീവറും സിവിയർ ഹെഡേക്കും ഉണ്ടായില്ലേ? ഫീവറും ഉണ്ടാകാം, സിവിയർ ഹെഡേക്കും ഉറപ്പായും ഉണ്ടാവില്ലേ? കാരണം എന്താ? ഫോണിൽ ബൾജിങ് അല്ലേ? ഇൻഫാന്റ് ആകുമ്പോൾ ഇപ്പൊ അതിന്റെ ഉള്ളിൽ ബൾജിങ് ആണെങ്കിൽ ഫീവറും ഹെഡേക്കും ഉറപ്പും ഉണ്ടാക്കാം. നക്കൽ റിജിഡിറ്റി ഉണ്ടോ? നക്കൽ മീൻസ് എന്താ? നക്കൽ റിജിഡിറ്റി ഉണ്ടാവും മീൻസ് എന്താ? ഫസ്റ്റ് സിംറ്റംസ് ഇൻ ദ ഇൻഫാന്റ് എന്തായിരിക്കും? ഇതാണ് ഫസ്റ്റ് സൈൻ. ഫസ്റ്റ് സൈൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഫസ്റ്റ് സൈൻ ഇതാണ്. ഇതാണ് ഫസ്റ്റ് സൈൻ. എപ്പോഴും ചോദിക്കും ഫസ്റ്റ് സൈനോ സിംറ്റം എന്ന് പറയാം. എന്തായിരിക്കും ഇത്? കൈയാണ് നെക്കാണോടെ? നക്കൽ എന്ന് പറയുമ്പോൾ കൈയാണ് നെക്കാണോ? കാരണം ഞാൻ ഓരോ കൈ പ്രത്യേകം പറയാറുണ്ട്. നക്കൽ എന്ന് പറഞ്ഞാൽ ചിലർക്ക് കയ്യിലായിരിക്കും.
ആ കൈയാണ് നെക്കാണോ? നെക്ക എന്ന് പറയുമ്പോൾ പല ആൾക്കാരും ഞാൻ പറഞ്ഞില്ലെങ്കിൽ വിചാരിക്കുന്നത് കൈയാണോ നെക്കാണോ? 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 യെസ് അല്ലേ? അല്ലേ? നമ്മൾ ഈ പറഞ്ഞ ഇത് നെക്കില്ലേ, ആ നെക്കിന്റെ ഈ പറഞ്ഞ ബാക്കില്ലേ, നെക്കിന്റെ ബാക്ക് ഭാഗം പിടിച്ചു വെക്കുമ്പോഴേ കട്ടി തോന്നില്ലേ? നെക്കിന്റെ ബാക്ക് ഭാഗം പിടിച്ചു വെക്കുമ്പോഴത്തേക്കും കട്ടി തോന്നില്ലേ? ആ കുഞ്ഞിന്റെ നെക്കിന്റെ ബാക്ക് ഭാഗം പിടിച്ചു വെക്കുമ്പോൾ വളരെ കട്ടിയ തോന്നില്ലേ? റിജിഡിറ്റി. നെക്കിന്റെ ബാക്ക് ഭാഗം പിടിക്കുന്ന സമയത്തെയും ആ സ്ഥലത്ത് കട്ടിയാ തോന്നില്ലേ? അതല്ലേ നക്കൽ റിജിഡിറ്റി. നക്കൽ റിജിഡിറ്റി അല്ലേ? സോ ഇൻഫാനുള്ള ഫസ്റ്റ് സിംറ്റം എന്താ? സിംറ്റം എന്നോ സൈഡ് എന്ന് പറയുക എന്താ? നക്കൽ റിജിഡിറ്റി. ചോദിക്കും മീൻസ് എന്താ? ടൈറ്റ് ആയിരിക്കും അല്ലേ? ബാക്ക് എപ്പോഴായിരിക്കും? ടൈറ്റ് ആയിരിക്കും. ഇത് മറക്കോ? 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 ഇല്ല. പിന്നെന്താ? എക്സാം ചോദ്യം വരും. പിന്നെന്താ? 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 നക്കൽ റിജിഡിറ്റി എഴുതാൻ വായിച്ചില്ല എല്ലാരും? നോട്ട് വായിച്ചില്ലായിരിക്കും. നോട്ട്സ് വായിച്ചില്ലാരും? നോട്ട്സ് വായിച്ചില്ലാരും? വായിച്ച ഉത്തരം പറഞ്ഞേ. നോട്ട്സ് ഉത്തരം അടുത്തെന്തായിരിക്കും? പിന്നെന്താ? ദ സയൻസ് ഓഫ് ദ മെനിഞ്ചൽ ഇറിറ്റേഷനിലേക്ക് എന്തൊക്കെയാ? എന്താ സയൻസ്? എന്താ മെനിഞ്ചേഴ്സ് സയൻസ് എന്തൊക്കെയായിരിക്കും? ആർക്കും അറിയാം? ദ കെർണിങ്സ് ഉണ്ടോ? ദ കെർണിങ്സ് ഉണ്ടോ? എക്സാമിന്റെ പ്രീവിയസ് ചോദ്യമാണ്. കെർണിങ്സ് ഉണ്ടോ? എന്താണ് കെർണിങ്സ്? എന്താണ് കെർണിങ്സ്? എന്താണ് കെർണിങ്സ്? മെനിഞ്ചേഴ്സ് ആണോ? പാരാലിസിലാണോ? എവിടെ കേൾക്കുന്നത്? എവിടെ ആയിരിക്കും? എവിടെയാണ്? മെനിഞ്ചല്ലേ? എവിടെ സംഭവം? എന്താ? അറിയില്ല, ഉത്തരമില്ല, ഓർമ്മയില്ല, എന്തായിരിക്കും? പേഷ്യന്റ് എവിടെ കിടക്കുന്നത്? പേഷ്യന്റ് ലൈനിലാണോ? അറിയേണ്ട കാര്യം പേഷ്യന്റ് ലൈനിലാണോ? ഫസ്റ്റ് കാര്യം ഇത് കെർണിങ്സ് എന്ന് പറയുമ്പോൾ പേഷ്യന്റ് ഇത് ലൈൻ പൊസിഷനിലാവണം. ഉത്തരം അതാണ്. പേഷ്യന്റ് കെർണിങ്സ് കുട്ടിയില്ലേ, കെർണിങ്സ് എന്ന് പറയുമ്പോൾ ലൈൻ പൊസിഷനിലല്ലേ? ഫസ്റ്റ് അറിയേണ്ട കാര്യം ലൈൻ പൊസിഷനിലാണ്. സെക്കൻഡ് അറിയേണ്ട കാര്യം നമ്മൾ ഇത് തൈ ഇല്ലേ, അവിടുത്തെ തൈ ഫ്ലക്സ് ചെയ്യുമ്പോൾ ആ കാല് ഫ്ലക്സ് ശേഷം അത് നിവർത്താൻ ശ്രമിക്കുമ്പോഴത്തേയും ആ കാല് കംപ്ലീറ്റ് ആയിട്ട് നിവർത്താൻ പറ്റുമോ? കംപ്ലീറ്റ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ? പേഷ്യന്റ് ലൈൻ പൊസിഷൻ ആണ്. കുട്ടി ലൈൻ പൊസിഷൻ കിടക്കുകയാണ്. ആ തൈ ഫ്ലെക്സ് ചെയ്ത ശേഷം കാല് നിവർത്താൻ ശ്രമിക്കുമ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ? സാധിക്കില്ല. സാധിക്കോ? സാധിക്കൂടെ? സാധിക്കോ? 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 ഓക്കെ സാധിക്കില്ല. കാണുന്നുണ്ടോ? കാണുന്നതാണെങ്കിലും ആദ്യം കാണപ്പെടുന്നതാണ്. അത് ആദ്യം ഫ്ലെക്സ് ചെയ്യുന്നു, പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യാം. ആ കാല് നിവർത്താൻ സാധിക്കില്ല. ഏത് മസിലാ അത്? ഏത് മസിലാ? ചിലപ്പോ ചോദിക്കാം. ഏത് മസിലാ? ചിലപ്പോ അത് ചോദിക്കാം. പഠിക്കാതെ പോകുന്ന മസില. പഠിക്കാതെ പോകുന്ന മസില. പഠിക്കാതെ പോകുന്ന മസില. ഹാംസ്ട്രിങ് മസിലാണോ? ഹാംസ്ട്രിങ് മസിലാണോ? ഇതൊരു കേൾക്കാത്ത പേരാണ്. ഹാംസ്ട്രിങ് മസിലാണോ? ശരിയല്ലേ? നമ്മൾ എവിടെയും പഠിക്കാനുള്ള മസിൽ. സത്യം പറയട്ടെ, ഞാൻ പഠിച്ചില്ല, ആരും പഠിപ്പിക്കില്ല. ശരിയല്ലേ? ആരും അത് എവിടെയും പഠിക്കാത്ത മസിലല്ലേ? സത്യമല്ലേ? ആരും എവിടെയും പഠിക്കാത്തതും വായിക്കാത്ത മസിലല്ലേ? സത്യം ഞാൻ കള്ളം പറയില്ല. ശരിയല്ലേ? ഒരിക്കലും പഠിക്കാത്തതും വായിക്കാത്ത മസിലല്ലേ ഹാംസ്ട്രിങ്? അതാണ് വരുന്നല്ലേ? ആ സംഭവം എന്താ അറിയാം? ആ ഒരു പിക്ചർ കാണുമ്പോ എന്താ? ആ ഒരു പിക്ചർ നോക്കിയേ. കാലിന് സപ്പോർട്ട് കൊടുക്കില്ല. കാലിന്റെ മുകളിലോട്ട് ഒന്ന് ചെയ്യും.
കാലിന് ഒന്ന് മുകളിലോട്ട് കൊണ്ടുപോകുകയും ചെയ്യും. ഹാംസ്ട്രിങ് ഏരിയയിൽ പെയിൻ വരുമോ? പെയിൻ വരുമോ? കാല് ഒന്ന് പതിയെ മുകളിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഹാംസ്ട്രിങ് ഏരിയയിൽ പെയിൻ വരുമോ? കാല് ആ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ അത് മുകളിലോട്ട് കൊണ്ടുപോകുമ്പോൾ ആ ഒരു പെയിൻ വരുമോ? വരും, വരൂല്ലേ? അവിടെ ഇത് റിഫ്ലക്സും ഈ പറഞ്ഞ കോൺട്രാക്ഷൻ ഉണ്ടാവില്ലേ? റിഫ്ലക്സും പെയിൻ വരുമ്പോൾ റിഫ്ലക്സും കോൺട്രാക്ഷൻ ഉണ്ടാവാറുണ്ടോ? ഉണ്ടാവുന്നുണ്ടോ? റിഫ്ലക്സും കോൺട്രാക്ഷൻ ഉണ്ടാകുമോ? അതോ കാല് കംപ്ലീറ്റ് ആയിട്ട് എക്സ്റ്റെൻഡ് പറ്റില്ലേ? റിഫ്ലക്സും കോൺട്രാക്ഷൻ ഉണ്ടാകുമോ? അതോ കാല് കംപ്ലീറ്റ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റാതെ വരുമോ? അറിഞ്ഞു പഠിക്കുക. റിഫ്ലക്സും കോൺട്രാക്ഷനും ഉണ്ടാകുമോ? കാല് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റാതെ വരുമോ? കാല് മുകളിലോട്ട് കൊണ്ടുപോകുമ്പോൾ കെർണിങ് സൈനിൽ റിഫ്ലക്സും കോൺട്രാക്ഷനും ഉണ്ടാകുമോ? അതോ കാല് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റാതാകുമോ? പറഞ്ഞേ, സാധിക്കോ? എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ? എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. റിഫ്ലക്സ് ഉണ്ട് പക്ഷെ എക്സ്റ്റെൻഡ് പറ്റില്ലേ? റിഫ്ലക്സ് ഉണ്ട് പക്ഷെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. റിഫ്ലക്സ് ഉണ്ട്, എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എന്താ? ഇതല്ലേ കെർണിങ്സ് അല്ലേ? റിഫ്ലക്സ് ഉണ്ട് പക്ഷെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എന്താ? കെർണിങ്സ് അല്ലേ? കിട്ടിയോ? ഫസ്റ്റ് സൈൻ ഓഫ് മെനിഞ്ചൽ ഇറിറ്റേഷൻ കിട്ടിയോ? മെനിഞ്ചസിനകത്ത് വരുന്ന ഫസ്റ്റ് സൈൻ കിട്ടിയോ? കിട്ടി. നെക്സ്റ്റ് ഏതാ? നെക്സ്റ്റ് ഏതാ? ഇത് ബ്രൂഡൻസ് ആണോ? നെക്സ്റ്റ് സെക്കൻഡ് ഏതാ? കേരള പോലീസ് എക്സാം സ്ഥിരം ചോദ്യമാണ്. ബ്രൂഡൻസ്കി ആണോ? ബ്രൂഡൻസ്കി സൈൻ. ബ്രൂഡൻസ്കി സൈൻ ആണോ? ആണോ? ജനിക്കാൻ പോകുന്ന കുട്ടികൾ ഇടാൻ പേരട്ടോ. നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ഇടാൻ പറ്റി പേരട്ടോ. ബ്രൂഡൻസ്കി. ബ്രൂഡൻസ്കി ഇടോ? നല്ല പറയല്ലേ? ഇംഗ്ലീഷ് വാക്കാണ്, നല്ല അർത്ഥം ഉണ്ടല്ലേ? ഇടോ? ആരായും കൊണ്ടോ ഇതിനകത്ത് അടുത്ത എക്സാം കഴിഞ്ഞ ശേഷം ഇത് ഡെലിവറി കാത്തുകാരുണ്ടോ? എക്സാം കഴിഞ്ഞ ശേഷം ഞാൻ ഇപ്പൊ പ്രസവിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ ആരെയുണ്ടോ? ആരെയുണ്ടോ? എക്സാം കഴിഞ്ഞ ശേഷം ഞാൻ ഇപ്പൊ പ്രസവിക്കും എന്ന് പറഞ്ഞിരിക്കാനുണ്ടോ? ചോദിക്കുക, ചുമ്മാ ചോദിക്കുക. ആരെയുണ്ടോ? എക്സാം കഴിഞ്ഞ ശേഷം ഉടനെ തന്നെ ഞാൻ ഇപ്പോൾ. ആരെയുണ്ടോ? ആരുമില്ലേ? ആരുമില്ലേ? ഇല്ല. ഈ ബസ്സിലല്ലേ? രാവിലെ ഒരുപാടുണ്ട്. രാവിലെ ആണെങ്കിലേ രാവിലത്തെ ബസ്സിൽ ഒരുപാടുണ്ട് കേട്ടോ. ഒരു 6 7 ഉണ്ടായിരുന്നു കേട്ടോ. രാത്രി ആരുമില്ലേ? ആരുമില്ലേ? സോർണോ? രാത്രി ആരുമില്ലേ? ഇല്ലല്ലോ. രാത്രി ബാച്ച് നല്ല രാവിലെ ഒരു ഉണ്ട്. രാവിലെ 6 7 ഉണ്ടായിരുന്നു. രാത്രി ഇല്ല. ഇനി വേണ്ട സാർ, വേണ്ട സാർ, പറയരുത് സാർ. സാർ എക്സാം അറ്റൻഡ് പറയരുത് സാർ, അങ്ങനെയൊന്നും പറയരുത്. എക്സാം ഉണ്ട്, ഇനി വേണ്ട. 2 3 കൈ കഴിഞ്ഞു, ഇനി വേണ്ട സാർ, വേണ്ട. 2 3 കഴിഞ്ഞു സാർ, പറഞ്ഞ് വേണ്ട. ഇനി എക്സാം ആയി കഴിഞ്ഞ് പഠിക്കണം. 3 കഴിഞ്ഞു. ആണോടെ? ആണോടെ? യെസ്. 1 7 1 7. എനിക്ക് പിന്നെ ആ ഒരു ശല്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. എനിക്ക് പിന്നെ എന്താണ് ഈ പറഞ്ഞ ആ ഒരു ശല്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഹാപ്പി. സ്റ്റാർട്ട് ചെയ്യാം. സോ നെക്സ്റ്റ് ബ്രൂഡൻസ്കി എന്താ? ബ്രൂഡൻസ്കി എന്തായിരിക്കും? നല്ല മഴ പെയ്യുന്നുണ്ടോ? എവിടെയെങ്കിലും എവിടെയെങ്കിലും നല്ല പെയ്യുന്നുണ്ടോ? എവിടെയെങ്കിലും നല്ല മഴ പെയ്യുന്നുണ്ടോ? നല്ല കാറ്റ്, നല്ല മഴ ഉണ്ടല്ലോ. ഇപ്പൊ ഉണ്ട്. നല്ല കാറ്റ് വന്നപ്പോ ഇടയ്ക്ക് ഈ കറണ്ട് പോയാൽ ക്ഷമിക്കണേ.
ഇടയ്ക്ക് കറണ്ട് പോയി ഇടയ്ക്ക് ഒന്ന് വെയിറ്റ് ചെയ്ത് വീണ്ടും ജോലിയാണ്. നല്ല മഴ നല്ല കാറ്റ്. സോ എന്താ ഇത് ബ്രൂഡൽസ്കി എന്താ? ബ്രൂഡെൽസ്കി എന്ന് പറഞ്ഞ എന്തായിരിക്കും? സിമ്പിൾ ഉത്തരം. ഇടയ്ക്ക് കറണ്ട് പോയാൽ ഒന്ന് വെയിറ്റ് ചെയ്യണം. ബ്രൂഡെൽസ്കി എന്ന് പറഞ്ഞ എന്തായിരിക്കും? ആ കുഞ്ഞിന്റെ ആ കഴുത്ത് ഒന്ന് ഫ്ലെക്സ് ചെയ്യുമ്പോൾ അല്ലെ, ആ കുഞ്ഞിന്റെ കഴുത്ത് ഫ്ലെക്സ് ചെയ്യൂടെ, ആ ഹിപ്പ് കൂടെ ഓട്ടോമാറ്റിക് ഫ്ലെക്സ് ആവോ? ആ കുഞ്ഞിന്റെ കഴുത്ത് മാത്രം ഫ്ലെക്സ് ചെയ്യുമ്പോൾ, ഓട്ടോമാറ്റിക് ആയിട്ട് ഹിപ്പ് കൂടെ ഫ്ലെക്സ് ചെയ്ത് എന്ത് സൈനാ? വളരെ സിമ്പിൾ ഉത്തരവാ. കുഞ്ഞിന്റെ കഴുത്ത്. ഞാൻ കുഞ്ഞാണെങ്കിൽ എന്റെ കഴുത്ത് ഫ്ലെക്സ് ചെയ്യുമ്പോൾ എന്റെ കാല് കൂടെ ഫ്ലെക്സ് ചെയ്ത് വന്നാൽ എന്ത് വിളിക്കാം? ആ കഴുത്ത് ഫ്ലെക്സ് ചെയ്യുമ്പോൾ കാല് കൂടെ ഫ്ലെക്സ് ചെയ്ത് വിളിക്കാം. ഹിപ്പ് കൂടെ ഓട്ടോമാറ്റിക് ആയിട്ട് ഫ്ലെക്സ് ചെയ്ത് ബ്രൂഡൽസ്കി അല്ലേ? അല്ലേ? ആണ്. സോ ദ കെർണിംഗ് സൈനും ആൻഡ് ദ ബ്രൂഡൽസ്കി ബ്രൂഡൽസ്കി എപ്പോഴും മെനിഞ്ചേഴ്സ് ചോദിക്കാറുണ്ട്. മെനിഞ്ചേഴ്സ് എപ്പോഴും ദ കെർണിംഗ് സൈൻ എപ്പോഴും അതുപോലെ ദ ബ്രൂഡൽസ് ചോദിക്കാറുണ്ട്. കിട്ടിയോ? എന്റെ കഴുത്ത് ഫ്ലെക്സ് ചെയ്യുമ്പോൾ കാല് കൂടെ മുകളിൽ എന്തായിരിക്കും? എന്റെ കഴുത്ത് ഫ്ലെക്സ് ചെയ്യുമ്പോൾ കാല് കൂടെ മുകളിൽ വന്നാൽ എന്ത് സൈന? ഏതാ? മറക്കരുത്, ചോദ്യം വരിക, മറക്കരുത്. ഇനി എങ്ങനെയാ ഡയഗ്നോസ് എങ്ങനെയാ? മെനിഞ്ചസിന്റെ ഡയഗ്നോസ് എങ്ങനെയാ? ചോദ്യമുണ്ട്. ലംബാർ പഞ്ചറാണ്. CSFന്റെ എക്സാമിനേഷന് വേണ്ടി ലംബാർ പഞ്ചറാണോ? എന്താ ഇത്? വൈറലാണോ ഓർ ബാക്ടീരിയ അറിയപ്പെട്ടില്ലേ? വൈറലാണോ ബാക്ടീരിയ ആണോ അറിയുമ്പോൾ എപ്പോഴും ലംബാർ നോക്കാറുണ്ടോ? ഈ വന്നത് ഇത് വൈറലാണോ ബാക്ടീരിയ ആണോ അറിയാൻ എപ്പോൾ ലംബാർ പഞ്ച് നോക്കാറില്ലേ? വൈറലാണോ ബാക്ടീരിയ ആണോ എന്ന് അറിയാൻ വേണ്ടി എപ്പോഴും ലംബാർ പഞ്ച് നോക്കാറുണ്ടോ? CSF എക്സാമിനേഷൻ നോക്കാറുണ്ട്. അതുപോലെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ഇത് ബാക്ടീരിയ ഇതായിരിക്കും. ബാക്ടീരിയ എങ്ങനെയാ? ഇത് ബാക്ടീരിയൽ മെനിഞ്ചേഴ്സ് എങ്ങനെയായിരിക്കും? CSFൽ എന്ത് കൂടുതലായിരിക്കും? ഇത് ലംബാർ പഞ്ച് എടുത്തു. ബാക്ടീരിയ ആണ് വന്നത്. ബാക്ടീരിയൽ പോസിറ്റീവ് ഓർഗാനിസം ആണെങ്കിൽ അതിനകത്ത് എന്താ കൂടുതൽ? CSനകത്ത് എന്ത് കൂടുതലായിരിക്കും? ഈ പറഞ്ഞ പ്രോട്ടീൻ കൂടുതലായിരിക്കും അല്ലെ? ഇത് ബാക്ടീരിയ ആണ് എപ്പോഴും പ്രോട്ടീൻ കൂടുതലും ഗ്ലൂക്കോസ് കുറവായിരിക്കും. മറക്കരുത്, CSFനകത്ത് ഈ പറഞ്ഞ പ്രോട്ടീൻ കൂടുതലും ഈ പറഞ്ഞ ഗ്ലൂക്കോസ് കുറവുമാണ് എന്തായിരിക്കും? ബാക്ടീരിയൽ മെനിഞ്ചസ് ആണ്. CSFനകത്ത് എപ്പോഴും പ്രോട്ടീൻ കൂടുതലും അതുപോലെ തന്നെ ഗ്ലൂക്കോസ് കുറവുമാണെങ്കിൽ അത് എന്ത് ടൈപ്പ് ഓഫ് മെനിഞ്ചസ് ആ? CSFനകത്ത് പ്രോട്ടീൻ കൂടുതൽ അതുപോലെ തന്നെ ഗ്ലൂക്കോസ് കുറവുമാണെങ്കിൽ അത് എന്ത് ടൈപ്പ് ഓഫ് മെനിഞ്ചസ് ആ? ബാക്ടീരിയൽ മെനിഞ്ചസ്. ഇനി എന്താ വൈറൽ? വൈറൽ മെനിഞ്ചസ് എന്തായിരിക്കും? CSF മാറ്റം ഉണ്ടായിരിക്കും. CSFനകത്ത് മാറ്റം ഉണ്ടായിരിക്കും. CSF ഫ്ലൂയിഡിനകത്ത് മാറ്റം ഉണ്ടായിരിക്കും. വൈറലിനകത്ത് CSF മാറ്റം ഉണ്ടോ? ഇല്ല. ഉണ്ടാവില്ല. ഉണ്ടോടെ? പക്ഷെ അവിടെ വേറെ ചോദ്യമുണ്ട്. എവിടെയെങ്കിലും ഏതെങ്കിലും എക്സാമിനകത്ത് വെബ്
അപ്പിയറൻസ് ഉണ്ടോ? ദ കോ വെബ് അപ്പിയറൻസ്. ദ കോ വെബ് അപ്പിയറൻസ് ഏതെങ്കിലും എക്സാമിനകത്ത് ദ കോ വെബ് അപ്പിയറൻസ് ഒരു ചിലന്ത വല പോലെ, ചിലന്തി വല പോലെ, ചിലന്തി വല പോലെ, ഒരു ചിലന്ത വല പോലെ, ചിലന്തി 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 വല. അത് കാരണം എന്താ? കാരണം എന്താ? CSF ഈ പറഞ്ഞ പ്രോട്ടീന്റെ അളവ് കൂടുമ്പോഴേ CSF എപ്പോഴും പ്രോട്ടീൻ അളവ് കൂടുമ്പോൾ എന്ത് ചെയ്യും? ഒരു ചിലന്തി വല പോലെ കാണാം. പ്രോട്ടീൻസ് എല്ലാം ഒരു ചെറിയ ക്ലോട്ട് പോലെ കാണുന്ന പോലെയാണ് എന്താണ് ഈ ചിലന്തി വല പോലെ വരുന്നത്. അത് കാണപ്പെടുന്നത് ഏത് മെലിയേഴ്സിലാണ്? CSF കൂടുമ്പോ, CSFനകത്ത് പ്രോട്ടീന്റെ അളവ് കൂടുമ്പോ എപ്പോഴും ഒരു ചിലന്തി വല പോലെ കാണും. CSFനകത്ത് പ്രോട്ടീന്റെ അളവ് കൂടുമ്പോ എപ്പോഴും ഒരു ചിലന്തി വല പോലെ വെബ് അപ്പിയറൻസ് പോലെ കാണും. പ്രോട്ടീന് ചെറിയ ചെറിയ ക്ലോട്ടുകൾ വരുന്ന കാരണമാണ് കാണുന്നത്. എവിടെയാ? TB മാനേജേഴ്സ് ആണോ? TB ആണോ? യെസ് ആണോ? യെസ്, TB. വീണ്ടും ചോദിക്കാം. ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയേ നമ്മൾ ലംബാർ പഞ്ചർ ചെയ്തത് കുട്ടികളുടെ സൈറ്റ് ചെയ്താ എല്ലാം ചെയ്യുമ്പോഴും ലംബാർ പഞ്ചറിന്റെ സൈറ്റ് ചെയ്താ കുട്ടികൾ സൈറ്റ് ചോദിക്കാം. നിയോനേറ്റും ഇൻഫാന്റും ടോൾഡറും കൃത്യമായി പഠിക്കണം. നിയോനേറ്റ് ആയാലും ഇൻഫാന്റ് ആയാലും ടോൾഡറിലായാലും കൃത്യം പഠിക്കുക. അതായിരിക്കും in the neonate site is it is L4 താഴെയാണോ? L4 താഴെയാണോ? The neonate ആണെങ്കിൽ L4 താഴെയല്ലേ? The neonate ആണെങ്കിൽ L4 താഴെ. ഇൻഫാന്റ് ആണെങ്കിലോ നിയോനേറ്റ് L4 താഴെയും ഇൻഫാന്റ് L5 തൊട്ട് S1 വരെ. ഇൻഫാന്റ് ആണെങ്കിൽ L5 തൊട്ട് S1 വരെയും ആൻഡ് നിയോനേറ്റ് ആണെങ്കിൽ L4 താഴെ. അതായത് കേരള PSC എക്സാം പ്രീവിയസ് ചോദ്യം നിയോനേറ്റ് L4 താഴെയും ഇൻഫാന്റ് ആണെങ്കിൽ L5 തൊട്ട് S1 വരെ. ആൻഡ് ടോളർ ആണെങ്കിലോ ടോളർ പഠിക്കണം L3 തൊട്ട് L4 വരെ. അഡൽട്ടിൽ L3 തൊട്ട് L4 വരെയാണോ? അഡൽട്ടിലും L3 തൊട്ട് L4 വരെയാണോ? L3 തൊട്ട് L4 വരെയാണോ? യെസ്, അഡൽട്ടിലും L3 തൊട്ട് L4 വരെ. ടോൾഡറും L3 തൊട്ട് L4 വരെ. പക്ഷെ മാറ്റം വരുന്ന എവിടേക്കാ? ഇൻഫാന്റ് ആണെങ്കിൽ L5 തൊട്ട് S1 വരെയും നിയോനാണെങ്കിൽ ബിലോ L4. കിട്ടിയോ? അഡൽട്ടിലും ടോൾഡറിലും സെയിം തന്നെയാണ്. ഇൻഫാന്റിലും നിയോനേറ്റ് മാത്രം വ്യത്യാസം വരുന്നു. ഇൻഫാന്റ് 3 L5 തൊട്ട് S1 വരെയും നിയോനേറ്റ് ആണെങ്കിൽ L4 താഴെയും എപ്പോഴും ലംബാർ പഞ്ചർ. കിട്ടിയല്ലോ. ഇനി മാനേജ്മെന്റ് ട്രീറ്റ്മെന്റ് ആന്റിബയോട്ടിക് കൊടുക്കാം. ആന്റിബയോട്ടിക് കുറച്ച് കടുത്ത ആന്റി കൊടുക്കണ്ടേ? കുറച്ച് കടുത്ത ആന്റിബയോട്ടിക് കൊടുക്കണ്ടേ? ഏതൊക്കെ കൊടുക്കാം? ആംബിസിലിൻ, അതുപോലെ തന്നെ വാങ്ക്രോമൈസിൻ ഉണ്ടെങ്കിലും വാങ്ക്രോമൈസിൻ ഉണ്ടോ? പെൻസിലിൻ ആംബിസിലിൻ അറിയാം. അതുപോലെ വാങ്ക്രോമൈസിനും 7 to 14 days കൊടുക്കേണ്ടത്. ഇതുകൊണ്ടാ സെപ്റ്റിക് ആണെങ്കിലേ സെപ്റ്റിക് മെനിഞ്ചസ് ആണെങ്കിൽ വാങ്ക്രോമൈസിൻ കൊടുക്കണം. ഇനി ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു മെനിഞ്ചസിന് ഐസൊലേഷൻ ആവശ്യമുണ്ടോ? കുറെ 3 ടൈപ്പ് പറഞ്ഞില്ലേ? 3 ടൈപ്പ് പറഞ്ഞു. ഏതെങ്കിലും മെനിഞ്ചസിന് ഐസൊലേഷൻ ആവശ്യമുണ്ടോ? ഏതിനാ വേണ്ടത്? സെപ്റ്റിക് ആണോ? മെനിഞ്ചോക്കോക്കല്ലേ? മെനിഞ്ചോകോക്കൽ മനസ്സിലെ ഐസൊലേഷൻ ആവശ്യം. ഐസൊലേഷൻ എപ്പോഴും ആവശ്യമാക്കുക മെനിഞ്ചോകോക്കൽ മെനിസല്ലേ? ശരിയല്ലേ? അല്ലേ? ആണ്. അവിടെ എന്ത് കൊടുക്കും? ട്രീറ്റ്മെന്റ് എന്താ? മെനിഞ്ചോകോക്കൽ
ഇൻഫ്ലമേഷൻ ഉണ്ടോ? ദ മെനിഞ്ചോകോക്കൽ എന്ന് പറയുമ്പോൾ ഇൻഫ്ലമേഷൻ ഉണ്ടോ? മെനിഞ്ചോകോക്കൽ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലമേഷൻ ഉണ്ടോ? മെനിഞ്ചോകോക്കൽ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലമേഷൻ ഉണ്ട്. അത് കുറയ്ക്കാൻ വേണ്ടി കൊടുക്കാം. ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ കൊടുക്കാം. ദ ഡെക്സ മെത്തസോൺ ആണോ? സ്റ്റീറോയിഡ്സ് ലൈക്ക് ദ ഡെക്സ മെത്തസോൺ. ദ മെനിഞ്ചോകോക്കൽ മീൻസ് ഇൻഫ്ലമേഷൻ, തലയിലുള്ള ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടി ദ ഡെക്സ മെത്തസോൺ കൊടുക്കാം. മറക്കരുത്. ഇനിയേ പറയുന്നത് കുട്ടിയല്ലേ, കുട്ടിയല്ലേ പറയുന്നത്, കുട്ടിയല്ലേ, കുട്ടിയല്ലേ, കുട്ടിയല്ലേ. ആ കുട്ടിക്ക് കൊടുക്കുമ്പോ നമുക്ക് വേണ്ട ദ ബേസ് ദ നഴ്സിംഗ് എന്താ ബേസിക് ദ നഴ്സിംഗ് മാനേജ് എന്താ? നല്ല കാം ആൻഡ് കോയറ്റ് എന്ന് കൊടുക്കണ്ടേ? കാം ആൻഡ് കോയറ്റ് എൻവിയോൺ കൊടുക്കണ്ടേ? വേണ്ടേ? വേണ്ടേ? ഇപ്പൊ കുട്ടി നല്ല ഫോട്ടോ കൂടെ, ഫോട്ടോഫോബിക് കൂടെ, കുട്ടി ഫോട്ടോഫോബിക് കൂടെ. ആ കുഞ്ഞ് ഫോട്ടോഫോബിക് ആകുന്നതുകൊണ്ട് തന്നെ കാം ആൻഡ് കോയറ്റ് എൻവിയോൺമെന്റും നല്ല ബ്രൈറ്റ് ലൈറ്റ് ആവണ്ടേ? ഈ പറഞ്ഞ മെനിഞ്ചൈറ്റിസ് വരുമ്പോ ഫോട്ടോഫോബിക് ആകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ കാം ആൻഡ് ക്വയറ്റ് എൻവയോൺമെന്റും അവോയ്ഡ് ദ ബ്രൈറ്റ് ലൈറ്റ്സും അവോയ്ഡ് ചെയ്യണം. ക്ലിയർ? ദ മെനിഞ്ചൈറ്റിസ് ക്ലിയർ എല്ലാവർക്കും? ദ മെനിഞ്ചൈറ്റിസ് പീഡിയാട്രിക്കിനകത്ത് മെനിഞ്ചൈറ്റിസ് എന്ന ഒരു ചാപ്റ്ററിൽ ഒരു ചോദ്യം ചോദിക്കും. ആയോ? അയ്യോ, മഴയുണ്ടോ? കാറ്റുണ്ടോ? അടിക്കുന്നുണ്ടോ? ഇല്ലേ? എവിടെ മഴയില്ല? ഇവിടെ സ്ഥലം പറഞ്ഞേ, സ്ഥലം പറഞ്ഞ. ഇവിടെ മഴയില്ല, ഇവിടെ മഴയില്ല, ഇവിടെ മഴയില്ല. മലപ്പുറം ഇല്ല, മലപ്പുറം ഇല്ല, വേറെ എവിടെ? മലപ്പുറം ഇല്ല, വേറെ എവിടെ? ഇല്ല, മലപ്പുറം അല്ലേ? ആലപ്പുഴ ഇല്ല, വേറെ എവിടെയാ? കോഴിക്കോടില്ല, കൊല്ലമില്ല, തിരുവനന്തപുരം ഉണ്ട്. തിരുവനന്തപുരം ഉണ്ട്. ഞാൻ തിരുവനന്തപുരം ഉണ്ട്. ഞാൻ തിരുവനന്തപുരം സ്ഥലം നേരിട്ട് കയറേ. ഞാൻ സ്ഥലം തിരുവനന്തപുരം നേരിട്ട് കയറേ. അവിടെ മഴയുണ്ട്. മനസ്സ് കാണട്ടെ, മനസ്സില്ലേ? മനസ്സ് നന്നായിരിക്കണം. എപ്പോഴും നല്ല ചിന്ത വേണം, നല്ല ചിന്ത, നല്ല ചിന്ത വേണം. ഓക്കെ. സോ അടുത്ത കണ്ടീഷൻ, ഓട്ടം ഇറങ്ങിയ നല്ല ചിന്ത ഉണ്ട്. എന്താണെന്ന് അറിയാമോ? എന്റെ കൂടെയുള്ളവർ പഠിക്കുന്നുണ്ടോ? എന്റെ കൂടെ ഇന്ന് കൂടെയുള്ള ആ കുട്ടി പഠിക്കുന്നുണ്ടോ? ഞാൻ പഠിക്കുന്നില്ല. പഠിക്കുന്നുണ്ടോ? അവൾ ഏത് ബുക്കാ പഠിക്കുന്നത്? എന്തെങ്കിലും ആ ബുക്ക് ഉണ്ടോ? അവൾ പഠിക്കുന്ന ബുക്ക് എന്റെ കയ്യിലുണ്ടോ? ഞാൻ അത് പഠിച്ചില്ലേ? എപ്പോഴും തോന്നുന്നുണ്ടോ? എപ്പോഴും തോന്നുന്നുണ്ടോ? എപ്പോഴെങ്കിലും തോന്നുന്നുണ്ടോ? ആ ബുക്കാണോ ഞാൻ പഠിക്കുക? എന്റെ നോട്ട് പോലില്ല, ഫോണുണ്ട്, ഫോണുണ്ട്. ആ സാറ് കുറെ നോട്ട് എഴുതുന്നുണ്ട്, കുറെ ക്ലാസ് കുറെ നോട്ട്. സാർ എന്ന് കിട്ടോ? വല്ല ഉപകാരം ഉണ്ടോ? പക്ഷെ ആ ഇത്ര പേജുണ്ട്, 1000 പേജുണ്ട്. അത് പഠിച്ച് കിട്ടുമായിരിക്കും. എന്റെ കയ്യിൽ ഫോണേ ഉള്ളൂ, നോക്കിയാൽ പഠിക്കാൻ എവിടെ? ആരുടെ പറയും? പഠിക്കോടെ, പഠിക്കോ? So next condition, next condition, next condition മുമ്പ് 5 minute break, 5 ബ്രേക്ക്, 5 ബ്രേക്ക്. സമയം എത്രയായി? സമയം 5ആയോ? സമയം 9:05ആയോ? 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 9:10 ബ്രേക്ക് കേട്ടോ. 9:10 ബ്രേക്ക്, 9:10 ബ്രേക്ക്. അടുത്ത കണ്ടീഷൻ 9:10 ബ്രേക്ക്, 9:10 ബ്രേക്ക്. നെക്സ്റ്റ് കണ്ടീഷൻ, വീണ്ടും ക്ലാസ്, വീണ്ടും ബ്രേക്ക്, വീണ്ടും ക്ലാസ്, വീണ്ടും ബ്രേക്ക്. സോ സ്റ്റാർട്ട് ചെയ്യാം. ബ്രേക്ക് 9:10 വരെ ബ്രേക്ക്. ഓടിപ്പോയിട്ട് നമ്മുടെ മഴയെ നനഞ്ഞ് കാറ്റും കൊണ്ട് വരിക കേട്ടോ. ഓടിപ്പോയി മഴ നനഞ്ഞ് കാറ്റും കൊണ്ട് വരിക കേട്ടോ. മഴയില്ലെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ കൊടുത്തിട്ട് ടീച്ചർ കേട്ടോ. ബൈ.
സ്റ്റാർട്ട് ചെയ്യാം. ഒരു മഴ, ഒരു വലിയ കാറ്റ്. ഒരു മഴ, വലിയ കാറ്റ്. ആർക്കാണ് അനുഭവം? ഒരു ചെറിയ മഴ, ഒരു 5 മിനിറ്റ് മഴ, വലിയ കാറ്റ്. 5 മിനിറ്റ് മഴ, വലിയ കാറ്റ്. ഞാൻ വെച്ചാൽ പറന്നു പോവായിരുന്നു. പോയില്ല. വലിയ മഴ അല്ല, ചെറിയ മഴ, വലിയ കാറ്റ്. എവിടെ മഴ ഉണ്ടോ? മഴ ഉണ്ടോ ഇവിടെ? ഇല്ലേ? ഉണ്ട്, മഴ എവിടെ ഉണ്ടോ? എവിടെ മഴ ഉണ്ടോ? എവിടെ മഴയുണ്ടോ? മഴയുണ്ടോ? ഉണ്ട്. എവിടെ ഉണ്ട് മഴ? ഉണ്ട്. ഇവിടെ ഉണ്ട്. നല്ല മനസ്സുള്ള അടുത്ത് മഴ പെയ്യും. ഇവിടെ മഴ ഇവിടെ ഉണ്ട്. നല്ല മനസ്സുള്ള സ്ഥലത്തെല്ലാം മഴ പെയ്യും. ഇവിടെ ഉണ്ട് മഴ. തൃശ്ശൂർ മഴയുണ്ട്, കല്ലൂരുണ്ട്, തിരുവനന്തപുരം. മഴയുണ്ടോ? നല്ല മനസ്സാണ്. ഒന്ന് മാറി അറിയാം. കണ്ണൂർ മഴയുണ്ടോ? കണ്ണൂരുണ്ടോ? ഉണ്ടോ? ഉണ്ട്. എക്സാം പാസ്സായിട്ട് ഈ പറഞ്ഞ മലപ്പുറം, തൃശ്ശൂരിൽ നിന്ന് കണ്ണൂർ വരെ ഇവിടെ കാണാൻ വേണ്ടി. എക്സാം പാസ്സായിട്ട് ഈ പറഞ്ഞ മലപ്പുറം, തൃശ്ശൂർ, കണ്ണൂർ വരെ കാണാൻ വരുമോ? മലപ്പുറം, തൃശ്ശൂർ വരെ കാണാൻ വേണ്ടി വരും. ആരും വരുമോ? ഒരു ബോക്സ് ചോക്ലേറ്റ് വരുമായിരിക്കും. ഒരു ബോക്സ് ചോക്ലേറ്റുമായിട്ട് വരുമായിരിക്കും. മലപ്പുറം, കണ്ണൂർ നിന്നൊക്കെ വരുമോ? എവിടെ വരുമായിരിക്കും? വരുമോ? വരുമോ? കഴിഞ്ഞ ദിവസം ഇത് അബുദാബി കിട്ടിയിട്ടുണ്ട് ഒരു ചോക്ലേറ്റ് ബോക്സ്. കഴിഞ്ഞ വർഷം ഇത് അബുദാബിയിൽ നിന്ന് ഒരു ബോക്സ് ചോക്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. അബുദാബിയിൽ നിന്ന് ഒരു ബോക്സ് ചോക്ലേറ്റ് തന്ന സവിത, നന്ദി കേട്ടോ. സവിത കിട്ടി. അത് കിട്ടി. കൊള്ളായിരുന്നു. നന്നായിട്ട് ടേസ്റ്റ് ഉണ്ട്. അബുദാബിയിൽ നിന്ന് പാഴ്സലായിരുന്നു. കൊള്ളായിരുന്നു. ഞാൻ കഴിച്ച് ഷുഗർ കയറ്റി കൊള്ളാൻ നോക്കി. ഞാൻ കൂടുതൽ ഷുഗർ ഹൈ ആക്കി എങ്ങനെയെങ്കിലും തിന്നത് അല്ലേ. സോ ദ ഫസ്റ്റ് ഡിസ്ക്രിപ്റ്റീവ് ദ മെനിഞ്ചസ് പറഞ്ഞ ഫസ്റ്റ് ഡിസീസ് ഹെഡ് ഭാഗത്തോട് കിട്ടിയോ? കിട്ടി. സെക്കൻഡിൽ ദ ഹെഡിൽ വരുന്ന എന്താ? ദ ലിറ്റിൽസ് ഡിസീസ് അല്ലെങ്കിൽ സെറിബ്രൽ പാൽസി. ലിറ്റിൽസ് ഡിസീസ് അല്ലെങ്കിൽ സെറിബ്രൽ പാൽസി. മറ്റേ കേട്ടോ? ലിറ്റിൽ അല്ലെങ്കിൽ സെറിബ്രൽ പാൽസി കേട്ടോ? സംഭവം എന്താ? ഇത് എന്ത് ടൈപ്പ് ഡിസോർഡറാണ്? ദ ലിറ്റിൽ അല്ലെങ്കിൽ സെറിബ്രൽ പാൽസി എന്ന് പറയുമ്പോൾ ഒരു ടൈപ്പ് ഓഫ് ന്യൂറോ മസ്കുലർ ഡിസോർഡർ ആണോ? ഒരു ടൈപ്പ് ഓഫ് ന്യൂറോ മസ്കുലർ ഡിസോർഡർ ആണോ? ദ ലിറ്റിൽസ് ഡിസീസ് അല്ലെങ്കിൽ സെറിബ്രൽ പാൽസി എന്ന് പറയുമ്പോൾ ഒരു ടൈപ്പ് ഓഫ് ന്യൂറോ മസ്കുലർ ഡിസോർഡർ ആണോ? ആണല്ലേ? അല്ലേ? നമ്മുടെ ഈ പറഞ്ഞ സെറിബ്രൽ ഓർഗൻ അഫക്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ന്യൂറോ മസ്കുലർ ഡിസോർഡർ ആണോ? നമ്മുടെ എല്ലാവരുടെയും സെറിബ്രൽ ഓർഗൻസിനെ അഫക്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ന്യൂറോ മസ്കുലർ ഡിസോർഡർ ആണ്. എന്താണ് കാരണം? നമ്മുടെ എല്ലാവരുടെയും സെറിബ്രൽ ഈ ഓർഗൻസ് അഫക്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ന്യൂറോ മസ്കുലർ ഡിസോർഡർ ആണ് ഈ പറഞ്ഞ സെറിബ്രൽ പാൽസി എന്ന് പറഞ്ഞെങ്കിലും എന്താണ് കോസേറ്റീവ് ഓർഗൻസ് ഉണ്ടോ? കാരണം എന്താ? ഓർഗാൻസോ കാരണം എന്തായിരിക്കും? പാരമ്പര്യമായിട്ട് വരും. ഇത് ക്രോമസോം പ്രശ്നം കാരണമോ ഓർ ജനറ്റിക് ആയിട്ട് വരും? ഇത് ക്രോമസോമിന്റെ പ്രശ്നം കാരണമോ ഓർ ജനറ്റിക് ആയിട്ട് ഈ സെറിബ്രൽ വരും? വരുമോ? പറയാൻ പറഞ്ഞേ. കുട്ടികൾക്ക് പാരമ്പര്യമായിട്ടോ ഈ പറഞ്ഞത് ക്രോമസോമലിന്റെ പ്രശ്നം വരുമോ? വരുമോ? എല്ലാം പറയണം. എല്ലാരും പറയണം.
എല്ലാരും പറയണം. അത് ഏതെങ്കിലും ഇത് നെർവിനെ അഫക്ട് ചെയ്യണോ? ഏതെങ്കിലും ഇത് നെർവിനെ അഫക്ട് ചെയ്യുന്നതാണോ? ഏതെങ്കിലും ഇത് നെർവിനെ അഫക്ട് ചെയ്യുന്നതാണോ? ഏതെങ്കിലും ഇത് നെർവിനെ അഫക്ട് ചെയ്യുന്നതാണോ? അതോ ഏതെങ്കിലും ഇത് ബ്രെയിൻ്റെ ഏരിയ ആണോ? ഏതെങ്കിലും ഒരു നെർവാണോ ഒരു ബ്രെയിൻ്റെ ഏരിയ ആണോ? എപ്പോഴും ദ ലിറ്റിൽ ഡിസ് അല്ലെങ്കിൽ സെർവൽ പാൽസി വരുന്നത് ഏത് കാരണമാണ്? ഏരിയ ഏതാ? ഏതാ? ദ മോട്ടോർ ഏരിയ ഓഫ് ദ ബ്രെയിൻ ആണോ? ദ ബ്രെയിനിന്റെ മോട്ടോർ ഏരിയ അഫക്ട് ചെയ്യുന്നതാണോ? ബ്രെയിനിന്റെ മോട്ടോർ ഏരിയയിൽ ഡാമേജ് വന്നാൽ, ബ്രെയിനിന്റെ മോട്ടോർ ഏരിയയിൽ ഒരു ഡാമേജോ പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കും? പറഞ്ഞു എന്ന് നോക്കിയാം. ഇത് ന്യൂറോ മസ്കുലർ പ്രശ്നങ്ങളുടെ ന്യൂറോ മസ്കുലർ പ്രശ്നങ്ങളുടെ ബ്രെയിനിന്റെ മോട്ടോർ ഏരിയയിൽ പ്രശ്നം വന്നപ്പോഴും ന്യൂറോ മസ്കുലർ ഏരിയയിൽ പ്രശ്നം വന്നൂടെ. അത് കാരണം സെർവൽ പാൽസിയോടെ ബ്രെയിനിന്റെ മോട്ടോർ ഏരിയയിൽ പ്രശ്നം വന്ന് ഒരു ഡാമേജ് വരുന്നു. ബ്രെയിനിന്റെ മോട്ടോർ ഏരിയയിൽ ഒരു ഡാമേജ് വരുന്നു. അത് കാരണം സംഭവിക്കാം ബ്രെയിനിന്റെ ഇപ്പൊ ന്യൂറോ മസ്കുലർ പോർഷൻ എപ്പോഴും ഡാമേജ് ആയി പോവുകയും സെർവൽ പാൽസി ഉണ്ടാകുകയും ചെയ്യാം. മറക്കരുത്, ഏത് ഏരിയ? ബ്രെയിനിന്റെ സെൻസറി ആണോ മോട്ടോർ ആണോ? സെർവൽ പാൽസി അല്ലെങ്കിൽ ദ ലിറ്റിൽ ഡിസി ഉണ്ടാക്കുന്നത് ബ്രെയിനിന്റെ മോട്ടോർ ഏരിയ ആണോ സെൻസർ ഏരിയ ആണോ? മോട്ടോർ ഏരിയ. മോട്ടോർ അല്ലേ? എങ്കിൽ ചോദ്യം ദ ബേസിക് ഇഞ്ചറി എവിടെയാ? ദ ബ്രെയിനിലല്ലേ? എങ്കിൽ ചോദ്യം ബേസിക് ഇഞ്ചറി എവിടെയാ? ബേസിക് ഇഞ്ചറി എവിടെയാ? ബ്രെയിൻ. ബ്രെയിനിലെ അഫക്റ്റ് പാർട്ട് ഇതാ മിക്കവാറും ന്യൂറോ മസ്കുലർ അല്ലേ? ന്യൂറോ മസ്കുലർ എന്ന് പറയുമ്പോൾ സ്കെൽറ്റൽസ് ഉണ്ടോ? സ്കെൽറ്റൽ മസിൽസും സ്മൂത്ത് മസിൽ ഉണ്ടോ? ന്യൂറോ മസ്കുലർ എന്ന് പറയുമ്പോൾ സ്കെൽറ്റൽ മസിൽസും സ്മൂത്ത് മസിൽസും ഉണ്ടോ? ന്യൂറോ മസ്കുലർ എന്ന് പറയുമ്പോൾ സ്കെൽറ്റൽ മസിൽസും സ്മൂത്ത് മസിൽസും ഒരുപോലെ ഉണ്ടോ? ഇല്ലേ? ഉണ്ടോ? ആരെ കൂടുതൽ? ആരെ കൂടുതൽ? സ്മൂത്ത് മസിൽ കൂടുതലല്ലേ? സ്കെൽറ്റൽ മസിലെക്കാട്ടിലും എപ്പോഴും സെർവൽ പാൽസി കൂടുതൽ. സ്കെൽറ്റൽ മസിലെക്കാട്ടിലും ആരെ കൂടുതൽ? സ്മൂത്ത് മസിലെ കൂടുതലല്ലേ? സ്കെൽറ്റൽ മസിലെക്കാട്ടിലും എപ്പോഴും സ്മൂത്ത് മസിൽ എപ്പോഴും കൂടുതലായിട്ട് അഫക്ട് ചെയ്യുന്നത്. സെർവൽ പാൽസി എന്ന് കേൾക്കുമ്പോൾ ഫസ്റ്റ് സിൻ എന്താണ്? എന്തായിരിക്കും? ദ ബ്രെയിനിന്റെ മോട്ടോർ ഏരിയ അഫക്ട് ചെയ്യുന്നത്. ബ്രെയിനിന്റെ മോട്ടോർ ഏരിയ അഫക്ട്. കാരണം എന്തായിരിക്കും? ഇത് ബർത്ത് കാരണമാണോ? ഇത് ജനറ്റിക് ആണോ? അത് ക്രോമസോമലാണോ? ക്രോമസോമലും അതുപോലെ തന്നെ ജനറ്റിക് ആണെന്നുണ്ടെ ക്രോമസോമലും അതുപോലെ തന്നെ ജനറ്റിക് ഫാക്ടർ കാരണം എപ്പോഴും ഇത് വന്നൂടെ. ക്രോമസോമൽ അതുപോലെ തന്നെ ജനറ്റിക് ഫാക്ടർ വരാം. അതല്ല ഇത് കാരണമുണ്ട്. ഇത് ബർത്ത് ട്രോമ വരാമോ? ബർത്ത് ട്രോമ കാരണം വരാമോ? 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 ഇത് ക്രോമസോമലും അതുപോലെ തന്നെ ജനറ്റിക് ഫാക്ടറും അല്ലാതെ ബർത്തിലെ ട്രോമ കാരണം കൂടെ വരാം. അതേപോലെ തന്നെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ദ ബർത്ത് ആസ്ഫക്സിയ. ബർത്ത് സമയത്ത് ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ ഇവിടെ ബർത്ത് സമയത്ത് ഓക്സിജൻ കുഞ്ഞിന് കൃത്യമായിട്ട് ഓക്സിജൻ കിട്ടാതെ വന്നാലും വന്നൂടെ? 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 വരാം. വരാം. വന്നൂടെ? വന്നൂടെ? വരാം. വന്നൂടെ? വരാം. ചോദ്യമൊക്കെ വരാം. ഇനി ഫസ്റ്റ് എന്തൊക്കെയാ? ഫസ്റ്റ് ഇൻഷ്യൽ ഫാക്ടർ എടുത്ത് വരാം. 60% കൂടി എന്തായിരിക്കും? എപ്പോഴും ഇത് വന്നു കഴിഞ്ഞാൽ എപ്പോഴും ദ മെന്റൽ റിട്ടേൺ ഉണ്ട്. എപ്പോഴും 60% ദ മെന്റൽ റിട്ടാർഡേഷൻ ഉള്ള ആൾക്കാർക്ക് കുറച്ച് സെർവൽ പാൽസി ഉണ്ടാകും. 60% കുട്ടികൾക്ക് മെന്റൽ റിട്ടാർഡേഷൻ സെർവൽ പാൽസി ഉള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെ തന്നെ വെറുതെ ഉണ്ടോ? എവിടെയെങ്കിലും ഇതിന്റെ ദ ടൈപ്സ് പഠിച്ചിട്ടുണ്ടോ? ദ ടൈപ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ദ ടൈപ്സ് ഓഫ് സെർവൽ പാൽസി ഏതെങ്കിലും ചോദ്യ പേപ്പറിനകത്ത് എവിടെയെങ്കിലും പീഡിയാട്രിക്കിനകത്ത് ദ ടൈപ്സ് ഓഫ് സെർബൽ പാൽസി എന്ന ചോദ്യം കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഏതെങ്കിലും ചോദ്യ പേപ്പറിനകത്ത് ദ ടൈപ്സ് ഓഫ് സെർബൽ പാൽസി എന്ന ചോദ്യം കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും? ഉണ്ട്. എത്ര ടൈപ്പ് ഉണ്ട്?
എത്ര ടൈപ്പ് ഉണ്ട്? ഒന്നാണോ, രണ്ടാണോ, മൂന്നാണോ, നാലാണോ? ഒന്നാണോ, രണ്ടാണോ, 4 ടൈപ്പ് ഉണ്ട്. 4 ടൈപ്സ് ഓഫ് സെറിബ്രൽ പാൽസി പഠിക്കാനുണ്ട്. 4 ടൈപ്സ് ഓഫ് സെറിബ്രൽ പാൽസി നമുക്ക് പഠിക്കാനുണ്ട്. 4 ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഇസ് സ്പാസ്റ്റിക്. സ്പാസ്റ്റിക് സെറിബ്രൽ പാൽസി. ഫസ്റ്റ് വൺ ഇസ് സ്പാസ്റ്റിക്. സ്പാസ്റ്റിക് എന്താ? ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ട് ഒരു 65 to 70% കാണുന്നതാണ് കേട്ടോ. മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് സെറിബ്രൽ പാൽസി എന്ന് വെച്ചത് സ്പാസ്റ്റിക്. എന്തായിരിക്കും ഇത്? കാരണം എന്താ? കാരണം എന്താ? റീസൺ ദ അപ്പർ മോട്ടോർ ന്യൂറോണിന്റെ ഡാമേജ് കാരണമാണോ? അപ്പറിലുള്ള ദ മോട്ടോർ നെർവിന് ഡാമേജ് ആണോ? ദ മെയിൻ കാരണം, സ്പാസ്റ്റിക്കിന്റെ മെയിൻ കാരണം അപ്പറിലുള്ള ദ മോട്ടോർ ന്യൂറോൺസിന് ഡാമേജ് കാരണമാണോ? ആണോ? സ്പാസ്റ്റിക് എന്ന് പറയുമ്പോൾ എപ്പോഴും അപ്പർ ഭാഗത്തുള്ള ദ മോട്ടോർ ന്യൂറോൺസിന് ഡാമേജ് കാരണം വരുന്ന പാൽസി പ്രതിഫലത. അപ്പർ മോട്ടോർ ന്യൂറോണിന്റെ ഡാമേജ് കാരണം വരുന്ന ദ പാൽസി പ്രതിഫലത സ്പാസ്റ്റിക് പാൽസി. അല്ലെങ്കിൽ വീണ്ടും ഇങ്ങനെ പറയാം, ദ കോർട്ടിക്കൽ സ്പൈനൽ ട്രാക്റ്റിൽ വരുന്ന ഡാമേജ് ഏതാ? സ്പാസ്റ്റിക്. വിളിക്കല്ലേ, മറക്കരുത്. അപ്പർ മോട്ടോർ ന്യൂറോണിന്റെ ഡാമേജ് കാരണം വരുന്ന പാൽസി പറഞ്ഞു. എക്സാം കേരള PC എക്സാം 2019 ചോദ്യം വരുന്നത്. 2019 ഫെബ്രുവരി മാസം ചോദ്യം ഉണ്ടായിരുന്നു. അപ്പർ മോട്ടോർ ന്യൂറോണിന്റെ ഡാമേജ് കാരണം വരുന്ന പാൽസി പറഞ്ഞ പേരെന്താ? എന്ത് പേരെന്താ? സ്പാസ്റ്റിക് ആണോ? കുട്ടികൾ യെസ്. കുട്ടികൾ എപ്പോഴും ആ സമയത്തല്ലേ, ഈ പറഞ്ഞ എക്സസ് മൂവനുണ്ടോ? കുട്ടികളിലെ ആ സമയത്ത് നല്ല എക്സസ് മൂവനുണ്ടോ? കുട്ടികൾ ആ സമയത്ത് നല്ല എക്സസീവ് മൂവനുണ്ടോ? ആ കാര്യം കേട്ട് അടിക്കുക ഉണ്ടോ? പക്ഷെ ഇത് ഉണ്ടായിരിക്കും. ഇത് വന്നു കഴിഞ്ഞാൽ ഉണ്ടായിരിക്കും. ഇല്ല, ഇത് വന്നതായിരിക്കും. ന്യൂറോ മസ്കുലർ ഇമ്മൊബിലിറ്റി അല്ലേ? ഇത് വന്നു കഴിഞ്ഞാൽ ഇമ്മൊബിലിറ്റി അല്ലേ? ശരിയല്ലേ? ഇത് വന്നു കഴിഞ്ഞാൽ ഇമ്മൊബിലിറ്റി അല്ലേ? ഉണ്ടാകില്ല. അതൊന്നും തന്നെ ഉണ്ടാകില്ല. ഫസ്റ്റ് ടേക്ക് കിട്ടിയോ? സ്പാസ്റ്റിക് സെറിബ്രൽ പാൽസി ക്ലിയർ ആയോ? വേറെ ഒന്നും പഠിക്കില്ല, കാര്യം മാത്രം പഠിക്കുക. യെസ്. ഈ പറഞ്ഞ സ്പാസ്റ്റിക്കിനകത്ത് തന്നെ വേറെ കുറെ ടൈപ്പ് ഉണ്ട്. നോക്കാമോ? സ്പാസ്റ്റിക്കകത്ത് തന്നെ വേറെ കുറെ ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് സ്പാസ്റ്റിക് ദ ക്വാഡ്രിപ്ലീജിയ. എവിടെയും കേട്ട് കാണും. ഈ പറഞ്ഞ സ്പാസ്റ്റിക്കിനകത്ത് തന്നെ വേറെ കുറെ ടൈപ്പ് ഉണ്ട്. അതിൽ വരുന്ന ഫസ്റ്റ് ടൈപ്പ് ആണ് സ്പാസ്റ്റിക് ക്വാഡ്രിപ്ലീജിയ. കേട്ടുണ്ടോ? ദ ക്വാഡ്രിപ്ലീജിയ എന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ? എന്തായിരിക്കും ഇവിടെ? ഒന്നാണോ, രണ്ടാണോ, മൂന്നാണോ, 4 ഭാഗമാണോ? കൈയും കാലും, 2 കാലും 2 കൈയുമാണോ? ക്വാഡ്രിപ്ലീജിയ വാക്ക് അർത്ഥം ആദരണം. സ്പാസം വരുന്നത് 2 കൈയും 2 കാലുമാണോ? അപ്പർ 2 ഭാഗവും ലോവർ 2 പോർഷനാണോ? അപ്പറും ലോവറും 2 പോർഷൻ അഫക്റ്റ് ഉണ്ടോ? സ്പാസ്റ്റിക് ക്വാഡ്രിപ്ലീജിയ എന്ന് പറയുമ്പോൾ അപ്പർ 2 പോർഷനും ലോവർ 2 പോർഷനും അഫക്റ്റ് ചെയ്യുന്നില്ലേ? ഇല്ലേ? ഇല്ലേ? എങ്കിൽ സ്പാസ്റ്റിക്കിന് വേറെ ഉണ്ടോ? സ്പാസ്റ്റിക്കിന് അപ്പറിനെയും ലോവറിനെയും അഫക്ട് ചെയ്തുകൊണ്ട് തന്നെ വേറെ പേരുണ്ടോ? 2 കാലും 2 കൈയും അഫക്ട് ചെയ്തുകൊണ്ട് തന്നെ വേറെ പേരുണ്ടോ? ദ ടെട്രാപ്ലീജിയ ഉണ്ടോ? ടെട്രാപ്ലീജിയ
ടെട്രാപ്ലീജിയ എന്നും പറയാറുണ്ടോ സ്പാസ്റ്റിക്കിനെ? രണ്ട് കാലും രണ്ട് കൈയും ഒരുപോലെ സ്പാസം വരുന്നതുകൊണ്ട് തന്നെ ടെട്രാപ്ലീജിയ എന്ന് പറയാറ്. മറക്ക് ചോദ്യം വരും. സ്പാസ്റ്റിക്കിന് മറ്റൊരു പേരെന്താ? സ്പാസ്റ്റിക്കിന് മറ്റൊരു പേരെന്താ? അറിയാം, സ്പാസം വരുന്നു, രണ്ട് കാലിനും കൈകൾക്ക് വരുന്നു, അനക്കാൻ പറ്റുന്ന ടെട്രാപ്ലീജിയ അല്ലെങ്കിൽ സ്പാസ്റ്റിക് എന്ന് വിളിക്കാം. എപ്പോഴും പെടുന്നത് ടേം ബേബീസ് അല്ലേ? ടേം ബേബീസ് കേട്ടോ. എപ്പോഴും സ്പാസ്റ്റിക് വരുന്നത് എവിടെയാ? ടേം ബേബീസിൽ. എക്സാമിൽ ചോദിക്കാം ഇത് വരുന്നത് സ്പാസ്റ്റിക് വരുന്നത് എപ്പോഴും സ്പാസ്റ്റിക് ക്വാഡ്രിപ്ലീജിയ വരുന്നതും ടേം ബേബിയിലാണോ, പ്രീ ടേം ബേബിയിലാണോ, പോസ്റ്റ് ടേം ബേബിയിലാണോ എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താ? സ്പാസ്റ്റിക് ക്വാഡ്രിപ്ലീജിയ വരുന്നത് പ്രീ ടേം ബേബിയിലാണോ, ടേം ബേബിയിലാണോ? ഓ എന്നെഴുതും ടേം അല്ലേ? ടേം അല്ലേ? ഇത്ര എവിടെ? ടേം. രണ്ട് കൈയും രണ്ട് കാലും നാല് ഭാഗവും അഫിനുடைய സ്പാസ്റ്റിക് ആണ്. ഫസ്റ്റ് കിട്ടിയോ? ഫസ്റ്റ് ടൈപ്പ് സ്പാസ്റ്റിക്. ഞാൻ ഓരോ കാര്യം പറയണം, ഓരോ കാര്യം പറഞ്ഞു വന്ന് പോകണം. കിട്ടുന്നുണ്ടോ? ഓരോ കാര്യം നിർത്തി പറഞ്ഞു പോകാം. കിട്ടിയോ? സ്പാസ്റ്റിക് ക്വാഡ്രിപ്ലീജിക്. സ്പാസ്റ്റിക് ക്വാഡ്രിപ്ലീജിക്. നെക്സ്റ്റ് സ്പാസ്റ്റിക് ഡൈപ്ലീജിയ. അന്നായിരിക്കും ഡൈപ്ലീജിയ. ക്വാഡ്രി കഴിഞ്ഞു. ഡൈ എന്ന് പറഞ്ഞാൽ എന്താ? കാലും കൈ രണ്ടും ഉണ്ടോ? ഡൈ എന്തായിരിക്കും? ഒരു ഭാഗമാണോ, രണ്ടാണോ, മൂന്നാണോ? ഡൈ എത്ര ഇരിക്കും? സ്പാസ്റ്റിക് ഡൈപ്ലീജിയ എത്രയിരിക്കും? ഡൈപ്ലീജിയ ഡൈ എവിടെ ഇരിക്കും? ഡൈ രണ്ട് ഓൺലി ടു ലിംസ് അല്ലേ? മിക്കവാറും എപ്പോഴും മോസ്റ്റ് എപ്പോഴും രണ്ട് ലിംബ് എഫക്ട് ചെയ്യുന്നത് അല്ലേ? സ്റ്റിഫ്നെസ് ഉണ്ടാവുക എപ്പോഴും രണ്ട് ലിംബ് അല്ലെങ്കിൽ ആംസ് അല്ലേ? രണ്ട് ലിംബ് അല്ലെങ്കിൽ രണ്ട് ആംസിൽ ശരിയല്ലേ? അല്ലേ? സ്റ്റിഫ്നെസ് വന്നാൽ എപ്പോഴും രണ്ട് ലിംസ് അല്ലെങ്കിൽ രണ്ട് ആംസ് എഫക്ട് ചെയ്യാറില്ലേ? ശരിയല്ലേ? ഇതാണ് എപ്പോഴും മോസ്റ്റ് എപ്പോഴും പ്രീ ടൈമിലും ലോ ബർത്ത് വെയിറ്റ് ബേബീസ് ഉണ്ടോ? സ്പാസ്റ്റിക് ആണോ, ഡൈ ആണോ, ക്വാഡ്രി ആണോ? ചോദ്യം വരും. എപ്പോഴും പ്രീ ടൈം ബേബീസിലും ലോ ബർത്ത് വെയിറ്റ് ബേബീസിലും വരുന്ന ടൈപ്സ് ഏതാ? സ്പാസ്റ്റിക് ആണോ, ക്വാഡ്രി ആണോ, ഏതാ? ഡൈ ആണോ? ഏതാണ്? ഏതാ? 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 പ്രീ ടൈം ഏതായിരിക്കും? ആര് പറഞ്ഞേ? ഇത് ഡൈ ആണോ? ഡൈപ്ലീജിയ ആണോ? ഡൈപ്ലീജിയ. പ്രീ ടൈം ബേബീസ് ഇപ്പോൾ എന്താ? പ്രീ ടൈം ആണ് എപ്പോഴും ഡൈപ്ലീജിയ. അതുകൊണ്ടോ? ഞാൻ അത് പഠിച്ചതല്ലോ, എനിക്ക് അറിയില്ലല്ലോ. ഞാൻ എക്സാം എഴുതും. എക്സാം എങ്ങനെ എഴുതും? എക്സാം എങ്ങനെ എഴുതും എന്ന ആൾക്കാർക്ക് ഞാൻ എഴുതിയ നോട്ട്സ് വെച്ചിട്ടെ, ഗ്രൂപ്പിനകത്ത് ഞാൻ എഴുതി നോട്ട് വെച്ചിട്ടെ. വേണ്ടത് ഇത് ഗ്രൂപ്പ് വേണ്ട, ഗ്രൂപ്പിൽ വേണ്ട. ഇപ്പൊ ക്ലാസ് കേട്ട് നീ മെസ്സേജ് കേട്ടോ. ക്ലാസ് കഴിഞ്ഞ ശേഷം സാർ എനിക്ക് പറഞ്ഞ നെർവസ് സിസ്റ്റത്തിൽ നോട്ട്സ് എഴുതിയ നോട്ട്സ് അയച്ചു പറയട്ടോ. ഗ്രൂപ്പ് വേണ്ട, എല്ലാരും വേണ്ട. പഠിക്കാത്തവർക്ക് വേണോട്ടെ? പഠിക്കാത്തവർക്ക് വേണം? പഠിക്കാത്തവർക്ക് വേണ്ട, പഠിക്കുന്നവർക്ക് മാത്രം മതി. ഒരു സൈഡിൽ മാത്രം, ഒരു കൈയും ഒരു കാലും മാത്രം അഫക്ട് ചെയ്ത് വിളിക്കാം. ഒരു കൈയും ഒരു കാലും മാത്രം എന്ന് വിളിക്കാം. ഡൈ ആണോ, സ്പാസ്റ്റിക് ആണോ? എന്തായിരിക്കും? ഒരു സൈഡ് മാത്രം, ഒരു കൈയും ഒരു ഇത് വിളിക്കാം. ഹെമിയല്ലേ? നോക്കാം. നെക്സ്റ്റ് ആണ് സ്പാസ്റ്റിക് ഹെമിപ്ലീജിയ. നെക്സ്റ്റ് വൺ ഇസ് സ്പാസ്റ്റിക് ഹെമിപ്ലീജിയ.
ഇവിടെ പാരസോടെ ഇരിക്കും. പാരസോടെ ഇരിക്കും. വൺ സൈഡ് ഓഫ് ബോഡിയുടെ ഒരു സൈഡ് മൊത്തം എവിടെയാ? ബോഡിയുടെ ഒരു സൈഡ് മൊത്തം അഫക്റ്റ് വിളിക്കുമ്പോൾ എന്താ? സ്പാസ്റ്റിക് ഹെമിപ്ലീജിയ. ബോഡിയുടെ ഒരു സൈഡ് മാത്രം മൊത്തമായിട്ട് അഫക്റ്റ് വിളിക്കുക സ്പാസ്റ്റിക് ഹെമിപ്ലീജിയ അല്ലേ? ഇതെപ്പോഴും കുട്ടികൾ 4 മുതൽ 6 മാസമാകുമ്പോൾ എപ്പോഴും കണ്ടുപിടിക്കും. 4 മുതൽ 6 മാസം എപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റും സ്പാസ്റ്റിക് ഹെമിപ്ലീജിയ. ക്ലിയർ? ക്ലിയർ? നെക്സ്റ്റ് എന്താ? നെക്സ്റ്റ് ഏതാ? സ്പാസ്റ്റിക് ഉണ്ടോ? വേറെ ഉണ്ടോ? ഇനി ഒരു ലിം മാത്രമാണെങ്കിലോ? ഒരു ലിം മാത്രം വിളിക്കാം. ഒരു ലിം മാത്രം അഫക്ട് വിളിക്കാം. ഒരു ലിം മാത്രം അഫക്ട് ചെയ്താൽ എന്ത് വിളിക്കാം? സ്പാസ്റ്റിക് മോണോപ്ലീജിയ അല്ലേ? ഒരു ലിം മാത്രം അഫക്ട് വിളിക്കാം സ്പാസ്റ്റിക് മോണോപ്ലീജിയ. ഒരൊറ്റ ലിം മാത്രം സ്പാസം വരുന്നു, ഒരു ഒറ്റ ലിം മാത്രം അഫക്ട് വിളിക്കാം സ്പാസ്റ്റിക് മോണോപ്ലീജിയ അല്ലേ? അല്ലേ? ഒരു ലിം മാത്രം, ഒറ്റ ലിം മാത്രം അത് വിളിക്കും മോണോപ്ലീജിയ. ഇനി ഒരു കൈയും 2 കാലുമാണെങ്കിലോ? ഒരു കൈയും 2 കാലുമാണെങ്കിലോ? സ്പാസ്റ്റിക് ടെട്രാപ്ലീജിയ അല്ലേ? ഒരു കൈയും 2 കാലുമാണെങ്കിലോ? 3 ലിംസ് ആണ് വിളിക്കാം. 3 ലിംസും അഫക്ട് വിളിക്കാം സ്പാസ്റ്റിക് ടെട്രാപ്ലീജിയ. ചോദ്യം വരും. ഒരു ലിംബും മാത്രം അത് വിളിക്കാം. ഒരു ലിം മാത്രം എന്ന് വിളിക്കാം. ഒറ്റ ലിം മാത്രം എന്ന് വിളിക്കാം മോണോപ്ലീജിയ. ഇനി ബോഡിയുടെ ഒരു സൈഡ് മാത്രം പാരാലിസിസ് എന്ന് വിളിക്കാം. ബോഡിയുടെ ഒരു സൈഡ് മാത്രം പാരാലിസിസ് വിളിക്കാം സ്പാസ്റ്റിക് ഹെമിപ്ലീജിയ. ഹെമി. ഇനി അത് 2 ലിംബാണെങ്കിലോ? 2 ലിംബാണെങ്കിലോ ഇത് ഡൈപ്ലീജിയ. അത് 3 ലിംബാണെങ്കിലോ? 3 ലിംബാണെങ്കിലോ ടെട്രാപ്ലീജിയ. ക്ലിയർ? Yes. എന്ത് പഠിക്കുന്നതാ? പറഞ്ഞുതരാം. എന്താണ് ഇത്? പെര എന്തായിരിക്കും? പാരാപ്ലീജിയ എന്താണ്? പെര എന്തായിരിക്കും? പഠിക്കും. എന്താണ് പാരാപ്ലീജിയ? എന്താണ്? 2 ആണോ 3 ആണോ? കൈയാണോ? കാലാണോ കൈയാണോ? 2 ആണോ 3 ആണോ 1 ആണോ? പാരാപ്ലീജിയ. 2 കാലും 2 കൈയുമാണോ? ഒരു കൈയും ഒരു കാലുമാണോ? വൺ സൈഡ് ഓഫ് ബോഡിയാണോ? എന്നാ പാരാപ്ലീജിയ. ആർക്കും പറയാം? പറഞ്ഞേ. ഇത് വൺ സൈഡ് പറഞ്ഞു. വൺ സൈഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ലോവർ ആണോ അപ്പർ ആണോ? വൺ സൈഡ് എന്ന് പറയുമ്പോൾ ലോവർ അപ്പർ ആണോ? ആർക്കും പറയാം? ലോവർ അപ്പർ. പാരാപ്ലീജിയ എന്തായിരിക്കും? അപ്പർ ലോവർ? ബോത്ത് എവിടെയാ? ലോവർ ഹാഫ് അല്ലേ? പാരാപ്ലീജിയ എപ്പോഴും ലോവർ ഹാഫിലല്ലേ? ഇത് 2 കാലല്ലേ? കഴിഞ്ഞ 2021 എന്റെ ടീം കഴിഞ്ഞപ്പോഴേ എനിക്ക് വന്നത് 2 കാൽ മത്സരത്തിൽ. കഴിഞ്ഞ 2001 എന്റെ ടീം കഴിഞ്ഞപ്പോഴേ ആ ടീം സമയത്ത് എന്താ സമയം?
രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി, വൈകുന്നേരം എപ്പോഴും ക്ലാസ്, ഫുൾ ടൈം ക്ലാസ് ആയിരുന്നു. ഫുൾ ടൈം ക്ലാസ്. രാവിലെ 4 മണി ക്ലാസ്, രാവിലെ 8 മണി ക്ലാസ്, 10, 1, 3, 5, 7 സമയത്ത് ഫുഡ് കഴിക്കുക. ഫുഡില്ലേ, ഫുഡ് കഴിക്കാതെ ഇത് 2 കാലും അപ്പോൾ രണ്ട് കാലും അത് എക്സാം എന്താണ്? സ്റ്റെപ്പ് കയറാൻ വയ്യ, സ്റ്റെപ്പ് ഒന്ന് പിടിച്ച് കയറാൻ വയ്യ. ഓക്കെ, സ്റ്റെപ്പ് പിടിച്ച് ചവിട്ടി കയറാൻ വയ്യ. സ്റ്റെപ്പില്ലേ, പതിയുമ്പോഴത്തേ എപ്പോഴും പാരലൈസായിപ്പോയി. വീണ്ടും 1 വർഷം இந்த ട്രിവാൻഡ്രത്ത് കിംസ് അറിയാൻ അറിയില്ല. இந்த ട്രിവാൻഡ്രത്ത് കിംസ് അറിയാമോ? കിംസ് ഹോസ്പിറ്റൽ അറിയാമോ? കിംസ് ഹോസ്പിറ്റൽ ട്രിവാൻഡ്രം. അവിടെ 1 വർഷം കിടന്ന് ഫുൾ ട്രീറ്റ്മെന്റ് ചെയ്ത് വീണ്ടും നോർമലായി. 1 വർഷം കിടന്നു, 1 വർഷം അവിടെ, 1 വർഷം ഹോസ്പിറ്റലിനകത്ത് മാത്രം. 1 ഇയർ. ആർക്കൊക്കെ എക്സ്പെൻസ്, സമയം. ആരുടെ വിജയത്തിന് വേണ്ടിയല്ലേ? ആരുടെയൊക്കെ വിജയത്തിന് വേണ്ടിയല്ലേ? ആരുടെയൊക്കെ വിജയത്തിന് വേണ്ടിയല്ലേ? സത്യമല്ലേ? ആരുടെയൊക്കെ വിജയത്തിന് വേണ്ടിയല്ലേ? ആരുടെയൊക്കെ വിജയത്തിന് വേണ്ടിയല്ലേ? ഞാൻ ആ സമയത്ത് രാത്രിയും പകലും എപ്പോഴും ഫുൾ ടൈം ഉറങ്ങാതെയും ഭക്ഷണം കഴിക്കാതെയും ഇരുന്ന് പഠിപ്പിച്ചാർക്കൊണ്ട് നിങ്ങൾ കണ്ടില്ലേ? ആണ്, അതുപോലെ പഠിക്കുക. അവിടെ സ്റ്റുഡൻസ് കൊണ്ട് പഠിക്കുക. ആരെങ്കിലും പഠിക്കണോ? ഇപ്പൊ പഠിക്കണ്ടോ? ആത്മാർത്ഥമായിട്ട് പഠിക്കുന്നുണ്ടോ? എനിക്ക് കിട്ടിയേ മതിയാകൂ എന്ന് പറഞ്ഞ് പഠിക്കണമെങ്കിൽ, എനിക്ക് കിട്ടിയേ മതിയാകൂ എന്ന് ആരെങ്കിലും പഠിക്കുന്നുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഇതല്ലാതെ വേറൊരു ഇതില്ല. ഉണ്ടായുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? യെസ്, ഉണ്ടല്ലോ. സോ ദ ഫസ്റ്റ് ടൈപ്പിനകത്ത് വരുന്ന കാറ്റഗറി, ഫസ്റ്റ് ടൈപ്പിനകത്ത് വരുന്ന എല്ലാ കാറ്റഗറി 4 ടൈപ്സ് ക്ലിയർ. ഫസ്റ്റ് ടൈപ്പിനകത്ത് വരുന്ന എല്ലാ 4 ടൈപ്സ് ക്ലിയർ ആയി. സെക്കൻഡ് ടൈപ്പ് ഏതാ? സെക്കൻഡ് ടൈപ്പ് ഏതാ? എക്സ്ട്രാ പിരമിഡൽ. സെക്കൻഡ് ടൈപ്പ് ഏതാ? എക്സ്ട്രാ പിരമിഡൽ. എക്സ്ട്രാ പിരമിഡൽ സെറിബ്രൽ പാൽസി. എക്സ്ട്രാ പിരമിഡൽ സെറിബ്രൽ പാൽസി അല്ലെങ്കിൽ ദ ഡിസ്കൈനറ്റിക് സെറിബ്രൽ പാൽസി എന്തായിരിക്കും? ചോദ്യം വരും. ഫസ്റ്റ് ടൈപ്പിൽ 4 പഠിച്ചു, സെക്കൻഡ് ടൈപ്പാ ഇതായിരിക്കും. ഫസ്റ്റ് ടൈപ്പിൽ 4 പഠിച്ചു, സെക്കൻഡ് ഇതായിരിക്കും. എക്സ്ട്രാ പിരമിഡൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ്ട്രാ പിരമിഡൽ എന്ന് പറയുന്നതായിരിക്കും. ഫസ്റ്റ് 4 പഠിച്ചു, എക്സ്ട്രാ എന്തായിരിക്കും? ഇതായിരിക്കും. നേരത്തെ പറഞ്ഞ ടൈപ്പില്ലേ, ആ ഒരു ഇഞ്ചുറി ഉണ്ട് അവിടെയാ. അവിടെയാ നേരത്തെ പറഞ്ഞ എവിടെയാ? കോർട്ടിക്കോസ്പൈൻ ട്രാക്കിലല്ലേ? നേരത്തെ ഒരു ഇഞ്ചുറി എവിടെയാ? കോർട്ടിക്കോസ്പൈൻ ട്രാക്കിലല്ലേ? നേരത്തെ പറഞ്ഞ 4 ടൈപ്പ് പറഞ്ഞ എവിടെയാ? നേരത്തെ മുൻപ് പറഞ്ഞ 4 ടൈപ്പ് എവിടെയാ? കോർട്ടിക്കോ ട്രാക്കിലല്ലേ? അല്ലേ? അല്ലേ? നേരത്തെ പറഞ്ഞ 4 ടൈപ്പ് എവിടെ വരുന്നത്? കോർട്ടിക്കോ പിരമിഡ് ട്രാക്കിലല്ലേ? കോർട്ടിക്കോ പിരമിഡ് ട്രാക്കില്ലേ? പക്ഷെ ഇവിടെ എവിടെയായിരിക്കും? ഇവിടെ അവിടെ നിന്നെല്ലാം മാറി എവിടെയാ? എക്സ്ട്രാ പിരമിഡ് ട്രാക്കിലല്ലേ? ഇവിടെ വരുന്ന എവിടെയാ? എക്സ്ട്രാ പിരമിഡ് ട്രാക്കിലാണ് എപ്പോഴും ഇഞ്ചുറി വരുന്നത്, അല്ലേ? അല്ലേ? ഇവിടെ എന്താ ഇപ്പുറത്തെ എന്താ? ഇവിടെ ഒരു ലിംബായിരിക്കും. ഇവിടെ ഒരു ലിംബാണോ, ഒരു ലെഗ് ആണോ, ഒരു ആമാണോ, ട്രങ്ക് ആണോ? എവിടെ ഇരിക്കും? ഒരിക്കലും ദ കോർട്ടിക്കോ ഇത് വരുമ്പോൾ എക്സ്ട്രാ പെരുമലിനകത്ത് എപ്പോഴും ഒരു ഗ്രൂപ്പ് ഓഫ് മസിൽസിനെ അഫക്ട് ചെയ്യാറില്ല. ദ കോർട്ടിക്കോ ദ പെരുമൽ എന്ന് വരുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് മസിൽ ഒരിക്കലും അഫക്ട് ചെയ്യാറില്ല. മറക്കരുത്, ദ കോർട്ടിക്കോ ദ പിരമിഡൽ എന്ന് പറയുമ്പോഴും ഒരു ഗ്രൂപ്പ് ഓഫ് മസിൽസിനെ അഫക്ട് ചെയ്യാറില്ല. ഒന്നുകിൽ എവിടെ ഇരിക്കും? ആംസിലായിരിക്കും, അല്ലെങ്കിൽ ദ ലെഗ്സിലായിരിക്കും, അല്ലെങ്കിൽ ദ ട്രങ്കിലായിരിക്കും, അല്ലെ? ഒന്നുകിൽ ഒരു ഭാഗത്ത് മാത്രം എപ്പോഴും അഫക്ട് ചെയ്യാറുള്ളൂ. ഇവരുടെ മേജർ പ്രശ്നം എന്താ?
മേജർ പ്രശ്നം ഇതൊന്നുമല്ല. അഫക്ട് ചെയ്യുന്ന ഭാഗം ഒന്നുകിൽ ലെഗിലോ ആമിലോ നെക്കിലോ ട്രങ്കിലോ ആണെങ്കിലും മേജർ പ്രശ്നം എവിടെയാ? ഇവൻ എന്തുണ്ടാക്കും? മേജർ പ്രശ്നമായിട്ട് എക്സ്ട്രാ പിരമിഡൽ സെറിബ്രൽ പാൽസി വന്നാൽ എന്തുണ്ടാക്കും? അതാ കാര്യം. എന്തുണ്ടാക്കും? ഹിയറിംഗ് അല്ലെങ്കിൽ മെന്റൽ റിട്ടാർഡേഷൻ. ഇത് എക്സ്ട്രാ പിരമിഡൽ ട്രാക്റ്റിന് ഇഞ്ചുറി വന്നാൽ എപ്പോഴും ഹിയറിംഗ് ഇമ്പയർമെന്റോ അതുപോലെ തന്നെ മെന്റൽ ഡാമേജ് ഉണ്ടാക്കാൻ സാധ്യത വളരെ കൂടുതൽ. മറക്കരുത്, ഒരു കാലം ഒരു കഴിവല്ല. മെയിൻ പ്രശ്നം എന്താ? ഒന്നുകിൽ മെന്റൽ റിട്ടാർഡേഷൻ, അതുപോലെ എന്താണ് ഇത് ഹിയറിംഗ് ഇമ്പയർമെന്റ് എപ്പോഴും ഉണ്ടാക്കുന്ന എക്സ്ട്രാ പിരമിഡൽ ഈ പറഞ്ഞ സെറിബ്രൽ പാൽസി. ക്ലിയർ? 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 ഫസ്റ്റ് the two types clear? Yes. നെക്സ്റ്റ് ഏതാ? ഇനിയുണ്ടോ? ഇനിയുണ്ടോ? മലയാളം മാത്രം പറയുക. അറ്റാക്സി എന്നോ അറ്റാക്സിക് സെറിബ്രൽസി എന്നോ അറ്റാക്സി കേട്ടോടെങ്കിലും അറ്റാക്സി എന്നോ അറ്റാക്സിക് സെറിബ്രൽ പാൽസി എന്നോ എവിടെയും കേട്ടുണ്ടോ? അറ്റാക്സി ഉണ്ടല്ലോ. എന്തായിരിക്കും അറിയേണ്ട കാര്യം? എവിടെ ഡാമേജ്? എവിടെ ഡാമേജ്? സെറിബെല്ലത്തിന്റെ ഡാമേജ് വരുന്നത് അറ്റാക്സി വരാൻ കാരണം എന്താ? അറ്റാക്സിൽ സെറിബ്രൽ പാൽസി വരാൻ കാരണം എന്താ? സെറിബെല്ലത്തിന്റെ ഡാമേജ് കാരണമാണ്. സെറിബെല്ലത്തിന് ഡാമേജ് ചിലപ്പോൾ അറ്റാക്സ് വരുന്നല്ലേ? ശരിയല്ലേ? ഇവിടെ എന്ത് പറയാം? ആലോചിച്ച് നോക്കുക. പേഷ്യന്റ് എപ്പോഴും ഒരു പൊസിഷൻ മാത്രം മേനിച്ചറുണ്ടോ? ഒരേ പൊസിഷൻ മാത്രം മേനിച്ചർ ഉണ്ടായിരിക്കുന്നുണ്ടോ? ഒരു കുട്ടിയായാലും ആരെങ്കിലും ഒരേ പൊസിഷൻ മാത്രം അനങ്ങുന്നില്ല. ദ ബാലൻസ് എപ്പോഴും ഒരേ പൊസിഷൻ മാത്രം മെയിൻറ്റെയിൻ ആയിട്ടുണ്ടായിരിക്കും. പഠിച്ചിട്ടുണ്ടോ? ഒരേ പൊസിഷൻ മാത്രം, സെയിം പൊസിഷൻ മാത്രം. അബ്നോർമൽ ഗേറ്റ് മേജർ ഉണ്ടോ? ഉണ്ടായിരിക്കും. കണ്ടുണ്ടോ? അബ്നോർമലായിട്ട് പേഷ്യന്റ് എപ്പോഴും ഒരേ പൊസിഷൻ ഒരേ ബാലൻസ് മാത്രം മെയിൻറ്റെയിൻ ചെയ്യും. സെറിബെല്ലത്തിന്റെ ഡാമേജ് എപ്പോഴും വരാം? എന്ത് വരാം? അറ്റാക്സിക് സെറിബ്രൽ പാൽസി ഉണ്ടാകാം. മറക്കരുത്. മാത്രമല്ല ഇവിടെ പറഞ്ഞ ട്രെമേഴ്സ് ഇല്ലേ, ഇതിനകത്ത് ട്രെമേഴ്സ് ഉണ്ടാവും അറ്റാക് സെറിബ്രൽ പാൽസിക്കകത്ത്. മറക്കരുത്. അത് ഫോർത്ത് ഇസ് ദ മിക്സഡ് ടൈപ്പ്. ഉണ്ട്. മിക്സഡ് എന്താ? ഈ മൂന്നും പറഞ്ഞില്ലേ? ഈ മൂന്നും പറഞ്ഞതിൽ ഒന്നുകിൽ സിംറ്റംസ് കൂടുതൽ അല്ലേ? മിക്സഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് 1, 2, 3 പറഞ്ഞു. സിംറ്റംസ് കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും മുകളിൽ പറഞ്ഞ സിംറ്റംസ് എല്ലാം കൂടുതലല്ലേ? സിംറ്റംസ് കൂടുതൽ എന്ന് വിളിക്കാം. സിംറ്റംസ് എല്ലാം കൂടുതൽ എന്ന് വിളിക്കാം. 1, 2, 3 ടൈപ്പ് പറഞ്ഞു. ആ 3, 4 സിംറ്റംസ് വിളിക്കാം. മിക്സഡ് ആണോ? സിംറ്റംസ് എല്ലാം അവിടെ ഒന്നിൽ കൂടുതൽ സിംറ്റംസ് എല്ലാം കൂടുതൽ വിളിക്കാം. ഫസ്റ്റ് പറഞ്ഞ 3 ടൈപ്പിന്റെയും ഒന്നിൽ കൂടുതൽ സിംറ്റംസ് വന്നെന്ന് വിളിക്കാം. മിക്സഡ് അല്ലേ? ഫസ്റ്റ് പറഞ്ഞ ടൈപ്പും സെക്കൻഡ് പറഞ്ഞ ടൈപ്പും തേർഡ് പറഞ്ഞ ടൈപ്പിന്റെയും സിംറ്റംസ് എല്ലാം 1, 2, 3 ഒരുമിച്ച് വിളിക്കാം. മിക്സഡ് ടൈപ്പ് എന്ന് വിളിക്കാം. മിക്സഡ് ടൈപ്പ്. സൗണ്ട് കേൾക്കാമോ? യെസ്. ക്ലിയർ? ലാസ്റ്റ് ഇത് മാനേജ്മെന്റ് അറിയാം. റീഹാബിലിറ്റേഷനും ഫിസിയോതെറാപ്പി അല്ലേ? റീഹാബിലിറ്റേഷനും ഫിസിയോ അല്ലേ? റീഹാബിലിറ്റേഷനും ഫിസിയോതെറാപ്പി ആണോ? റീഹാബിലിറ്റേഷനും ഫിസിയോതെറാപ്പി ആണോ? റീഹാബിലിറ്റേഷൻ ആണോ? യെസ് ആണ്. ആണോ? എല്ലാത്തിനും ആണോ? ആണ്. ഫിസിയോതെറാപ്പിയും റീഹാബിലിറ്റേഷനുമാണ് ഒരേ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. എന്തിന്റെയാ? സെറിബ്രൽ പാൽസി. ക്ലിയർ? ഒരു ഫുൾ ചാപ്റ്റർ ക്ലിയർ ആയി.
ഒരു ഫുൾ ചാപ്റ്റർ ക്ലിയർ ആയി. ഒരു ഫുൾ ചാപ്റ്റർ ക്ലിയർ ആയി. ഒരു ഫുൾ ചാപ്റ്റർ ക്ലിയർ ആയി. സമയം എത്രയായി പിന്നെ? സമയം 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 9:50 അല്ലേ? 9:50 അല്ലേ? 48. നെക്സ്റ്റ് ക്ലാസ്സസ് 10:30. 10:30 നെക്സ്റ്റ് ക്ലാസ്. ഈ ലിങ്ക് ക്ലോസ് ചെയ്യാണ്. നെക്സ്റ്റ് ലിങ്ക് ഓപ്പൺ ചെയ്യട്ടോ. ഈ ലിങ്ക് ക്ലോസ് ചെയ്യാണ്. അടുത്ത ലിങ്ക് കേട്ടോ. ഫുഡ് കഴിക്കുക, ഉറങ്ങാൻ മതി കേട്ടോ. ബൈ. സീ യു ഓൺ നെക്സ്റ്റ് ക്ലാസ്.